മുൻപിൽ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. പാസ്റ്റർ രാജു മേത്രയിൽ അതീന്ദ്രിയമായ ഏതോ ദിവ്യ ശക്തി ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടല്ല ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ മുൻപോട്ട് വിളിച്ചത്. പിന്നെയോ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉയരേണ്ട നിലവിളി അനുതാപത്തിൻ്റെ കണ്ണുനീർ കണങ്ങളായി നിങ്ങളുടെ കവിൾത്തടങ്ങളിൽ ഒഴുകണം. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ നിലവിളി അനുതാപമായി നിങ്ങളുടെ കവിൾത്തടങ്ങളിൽ ഒഴുകണം. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവൻ്റെ നാമത്തിൽ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയുന്നവൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ നിൽക്കുന്ന പ്രിയപ്പെട്ടവരുടെ ശരീരത്തിന്മേൽ അസാധാരണമായ ദൈവ സാന്നിധ്യം ബലത്തോടെ വ്യാപരിക്കട്ടെ. അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കുന്നതിന് തടസ്സമായി അവരുടെ ജീവിതത്തിൽ ആധിപത്യം പുലർത്തിയിട്ട് ആയുസിന്റെ ദിനങ്ങളെ പോലും പൂർണ്ണമാകാൻ അനുവദിക്കാതെ എതിരെ നിൽക്കുന്ന അവകാശവാദങ്ങൾ നസറയനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യേശുവിന്റെ രക്തത്താൽ റദ്ദാക്കപ്പെടട്ടെ. അനുതാപത്തിന്റെ കണ്ണുനീർ ഇവരിൽ നിന്ന് ഉയരുന്ന ഇന്ന് രാത്രി ഒരു ദൈവപ്രവൃത്തിയുടെ വിടുതൽ ഈ പ്രിയപ്പെട്ടവർക്കായി സംഭവിക്കട്ടെ. കാൽവറിയിൽ ചൊരിഞ്ഞ നിയമരക്തത്താൽ ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ഇവരുടെ അനുതാപത്തിന്റെ മുൻപിൽ വിടുതലിന്റെ പുത്തൻ അധ്യായം ഇവർക്കായി തുറക്കപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അത് കുടുംബ തകർച്ചയായോ, അത് ശരീരത്തിന്റെ ബലഹീനതയായോ, അത് വാഗ്ദത്ത നിവർത്തിയുടെ റദ്ദാക്കലായോ, ഒരു വിധത്തിൽ സാധാന്യ ശക്തികൾ ഇവരുടെ മേലുള്ള പാപ പ്രവർത്തനങ്ങളുടെ ബന്ധനത്തെ ഇവരുടെ ശരീരത്തിനുള്ള ശിക്ഷാക്രമമാക്കി തീർക്കാതിരിക്കേണ്ടതിന് യേശുവിന്റെ പരിശുദ്ധ രക്തത്തിൽ ഞങ്ങൾ ഈ സദസ്സിനെ കൈമാറുകയാണ്. യേശുവിൻ നാമത്തിൽ ഒരു വിടുതൽ ഇവർക്കായി സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലത്തിൻ്റെയും പുറകിൽ എൻ്റെ ദൈവത്തിന് തീരുമാനമുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിന് അതിനെ റദ്ദാക്കാനും എൻ്റെ ദൈവത്തിന് അതിനെ അനുവദിക്കാനും പറ്റുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, ഇതിൻ്റെ പുറകിൽ സ്വർഗത്തിൻ്റെ ജുഡീഷ്യറിയുടെ പ്രവർത്തനമുണ്ട്. ഒരു കാര്യം ഉറപ്പാണ് പ്രിയരെ, ഈ ഭൂമിയിൽ നടക്കുന്ന ശിക്ഷാക്രമങ്ങളുടെ പുറകിൽ, ഈ ഭൂമിയിലെ സമൃദ്ധിയുടെയും നന്മയുടെയും തിന്മയുടെയും പുറകിൽ സ്വർഗത്തിൻ്റെ തീരുമാനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആദ്യം സാത്താൻ സ്വാധീനിക്കുന്ന മേഖല നിങ്ങളുടെ കുടുംബ മേഖലയാണ്. നിങ്ങളുടെ കുടുംബ മേഖലയെ തകർത്താൽ മറ്റു മേഖലകളെ പെട്ടെന്ന് അവന് തകർക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചർച്ചിൽ ഒരു ഫാമിലി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. 2-3 ദിവസത്തെ ക്ലാസ്സാണ്. ആ ക്ലാസ് നടക്കുന്നതിൻ്റെ ഒടുവിലത്തെ സമയം ഞാൻ ആ പ്രാർത്ഥനയുടെ മുൻപിൽ പറഞ്ഞു, സഹോദരി ക്ഷമിക്കണ്ട ക്ഷമിക്കണ്ട, നീ വെച്ചോണ്ടിരിക്കുക. ഇങ്ങനെ അങ്ങ് പറഞ്ഞു. രാത്രിയിൽ നിന്റെ പ്രിയപ്പെട്ടവൻ പറയും, വല്ലാത്തൊരു അസ്വസ്ഥത, നെഞ്ചിനകത്തൊരു ഭാരം വെച്ചതുപോലെ, ഇച്ചിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. സ്തോത്രം. നീ വെള്ളമെടുക്കാൻ അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും ഒരു അലർച്ച കേൾക്കാം. തിരിച്ചു വന്ന് നോക്കുമ്പോൾ പച്ചത്തടി പോലെ കിടക്കുന്നു, വിയർത്തിരിക്കുന്നു. വീട്ടുകാരെ വിളിച്ചുകൂട്ടി ആളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും പോകും. എത്ര നാളുണ്ട് ഈ ഭൂമിയിലെ ആയുസ്? ഒടുവിൽ കാലിൽ പിടിച്ച് നീ കരയും, അയ്യോ വേണ്ടായിരുന്നു, പകവെച്ച് പുലർത്തണ്ടായിരുന്നു എന്ന്. ഇന്ന് രാത്രി നീ ക്ഷമിക്കുന്ന രാത്രിയാകുന്നതാണ് നല്ലത്. നിങ്ങൾക്കറിയാമോ, മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ 60 വയസ്സ് പ്രായമുള്ള അച്ചായൻ എൻ്റെ അടുക്ക് വന്നു. പുള്ളി എനിക്ക് പറഞ്ഞു, പാസ്റ്ററെ എന്തായാലും പാസ്റ്റർ എന്ന് പറഞ്ഞതിൻ്റെ പുറകിൽ കുറെ കാരണമുണ്ട്. എന്നോട് പറഞ്ഞു, എൻ്റെ ഭാര്യ എനിക്ക് തൻ്റെ കൈ കൊണ്ടൊരു ഒരു ഗ്ലാസ് വെള്ളം തരത്തില്ലെന്ന് തീരുമാനിച്ചിട്ട് ഇപ്പോൾ 3 പതിറ്റാണ്ടായി. 60 വയസ്സടുത്ത് പ്രായമുണ്ട്. ഞാൻ ചോദിച്ചു, എന്നാ കാര്യം? ഞാൻ സ്റ്റുഡിയോ വർക്കറാണ്. ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രഹസ്യമായി എൻ്റെ പുറകിൽ നിന്ന് സ്റ്റുഡിയോയ്ക്കകത്ത് സ്ക്രീനിലുണ്ടായ അന്നത്തെ ഒരു ഫോട്ടോ കണ്ടിട്ട് ഞാൻ എന്തോ അധർമ്മം പ്രവർത്തിക്കുകയാണെന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് തെറ്റിദ്ധരിച്ചിട്ട് അവൾ ഒരു പ്രതിജ്ഞ എടുത്തു. എന്താ പ്രതിജ്ഞ അറിയാമോ? പ്രതിജ്ഞ ഇത്രയേ ഉള്ളൂ, ഇനി എൻ്റെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം തനിക്ക് ഞാൻ കുടിക്കാൻ തരില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഒരു ഗ്ലാസ് വെള്ളം കൈ കൊണ്ട് കുടിക്കാൻ തരാതെ ഇത്രയും വർഷങ്ങൾ എങ്ങനെ ജീവിച്ചു? ഉണ്ടാക്കത്തില്ല നല്ല പാസ്റ്ററെ. മറ്റുള്ളവർക്കൊക്കെ കയ്യിലെടുത്തു കൊടുക്കുമ്പോൾ
എൻ്റെ കയ്യിൽ എടുത്തു തരില്ല, ഉണ്ടാക്കി അവിടെ വെക്കും, വേണേ വന്ന് കുടിച്ചോണം. 30 വർഷമായി ആ വികാരത്തിൻ്റെ തീരുമാനം അവൾ ഉറച്ചു നിൽക്കുകയാണ്. സ്തോത്രം. ഞാനൊരു ദിവസം ഒരു സ്ഥലത്തായിരിക്കുമ്പോൾ ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഹോസ്പിറ്റൽ വരെ ഓടി വരണം. ഓടിച്ചെന്നു. നോക്കിയപ്പം പച്ചത്തുണി പുതപ്പിച്ചിട്ടിരിക്കുക. ആ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ സഹോദരി കരഞ്ഞിട്ട് പറയുന്ന വാചകം ഇങ്ങനെ, അയ്യോ, നേരത്തെ തമ്മിൽ പറഞ്ഞൊന്ന് വിട്ടുകളയേണ്ടതായിരുന്നു, അതിനൊന്നും പറ്റിയില്ല. ഈ ദൂതിന്ന് രാത്രിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജ്വലിക്കുന്ന കണ്ണുകൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ സർവശക്തന്റെ കണ്ണുകൾ ചുറ്റിത്തിരിയുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയാം, എത്രയോ പ്രാവശ്യം വീണിട്ടും നിന്റെ ജീവൻ അപകടത്തിലാകാതെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം, ക്ലോസറ്റിലേക്ക് യൂറിൻ വീഴുമ്പോൾ സ്തോത്രം, ആ യൂറിൻ പതഞ്ഞുരഞ്ഞാൽ മൈക്രോ ആൽബുമിനൂറിയ ആണെന്നും കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ കുറഞ്ഞിരിക്കുന്നുവെന്നും അത് വർദ്ധിച്ചാൽ അടുത്ത 5 വർഷത്തിൽ ഡയാലിസിസ് ആരംഭിക്കത്തക്ക വിധം കിഡ്നി തകരുമെന്നും അറിയാം. എന്നാൽ എത്രയോ നാളായിട്ട് യൂറിൻ പതഞ്ഞുയർന്നിട്ടും നിന്റെ കിഡ്നി തകരാൻ അനുവദിക്കാതെ, ഒരു ബയോപ്സി റിപ്പോർട്ട് ക്യാൻസർ ആയാൽ കാര്യങ്ങൾ മുഴുവൻ തകിടം മറിയുമെന്നറിയാം. എന്നാൽ എത്രയോ ബയോപ്സി റിപ്പോർട്ടുകൾ ക്യാൻസർ ആകാൻ അനുവദിക്കാതെ രാത്രിയിൽ വെട്ടി വിയർത്ത് വിറച്ചിട്ട് നീ കിടക്കുന്ന ഇടത്ത് സംഭവിച്ച കാർഡിയാക് അറസ്റ്റിൽ നിന്റെ ജീവൻ തുലയാൻ അനുവദിക്കാതെ നിന്റെ ആയുസ്സിനെ പിടിച്ചു നിർത്തിയ ഒരു കരം നിന്റെ ജീവന്റെ പുറകിൽ ആത്മാവിൽ കാണുന്നെങ്കിൽ വിളിച്ചു പറ, ആയുസ്സിനെ വെട്ടിമുറുക്കാൻ അനുവദിക്കാത്ത ദൈവതേജസ്സിന്റെ കരത്തെ ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് വാക്യം പ്രവർത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 22-23 വാക്യം വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും. എല്ലാവരും പുസ്തകം തുറന്ന് ആ പുസ്തകത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് എല്ലാവരും ചേർന്ന് അതൊന്ന് വായിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. നിങ്ങളുടെ മനസ്സിലേക്ക് ആ വചനം ഒന്ന് ആഴത്തിൽ ഉറയ്ക്കട്ടെ എന്ന് ഞാൻ കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സഹോദരങ്ങളും ചേർന്ന് ആ വചനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. വായിച്ചാട്ടെ. വിശ്വാസത്തിൽ നിലനിൽക്കണം. എല്ലാവരും കൂടെ ചേർന്ന് ശബ്ദമുയർത്തി, വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. അവർ സഭകൾ തോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിൽ അവരെ ഫലമേൽപ്പിക്കുകയും ചെയ്യും. ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ സഹോദരങ്ങളിലും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി എന്നോട് ഇടപെടണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ജനം, കഴിഞ്ഞ പകലിൽ നാം ധ്യാനിച്ച ഭാഗമാണ് ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ പരിശോധനയുടെ പുറകിലെ ദൈവത്തിൻ്റെ പദ്ധതി. ഇന്ന് രാത്രി എന്നതിൻ്റെ ബാക്കി ഭാഗം നാം ചിന്തിക്കാൻ തുടങ്ങുകയാണ്. എന്നോട് ഇടപെടണമേ. ശബ്ദം ഉയരട്ടെ. വാ തുറന്ന് ലജ്ജ കൂടാതെ ഇരിക്കുന്ന ഇരിപ്പിൽ ആ കരങ്ങളിൽ പുസ്തകം ഉയർത്താൻ കഴിയുമെങ്കിൽ ഉയർത്തിക്കൊണ്ട് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഇന്ന് രാത്രി അവിടുന്ന് എന്നോട് സംസാരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, ബലഹീനരും അയോഗ്യരും അപാത്രരും മൺകീടങ്ങളുമായി ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. ദൈവമേ, ഇന്ന് രാത്രി ഈ ജനത്തോട് സംസാരിക്കണമേ. അങ്ങയുടെ ശബ്ദം മുഴങ്ങാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. വളരെ പ്രാർത്ഥനാപൂർവം ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിലെ ചരിത്രപരമായി പറഞ്ഞാൽ പ്രവർത്തികളുടെ പുസ്തകം 3.5 പതിറ്റാണ്ടുകളിലെ സഭയുടെ വളച്ചുകെട്ടില്ലാത്ത ചരിത്രം. AD 64 നീറോയുടെ ക്രൂരവും നീചവും മനുഷ്യത്വരഹിതവുമായ ഭരണം ചരിത്രത്തിൽ ഉത്ഭവിക്കുന്നതിന് മുൻപ് സെഹിയോൻ മാളികമുറിയിലെ ആത്മപ്രവാഹം ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുതകളെയും കർത്താവിൻ്റെ ദാസൻ ലൂക്കോസ് എന്ന ഡോക്ടർ കൃത്യമായി വിശകലനം ചെയ്തിരിക്കുകയാണ് പ്രവർത്തികളുടെ പുസ്തകത്തിൽ. പ്രവർത്തികളുടെ പുസ്തകത്തിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥലം സഭകളിലേക്ക് മടങ്ങിച്ചെന്നിട്ട് അന്നത്തെ അഭിഷിക്തന്മാർ പങ്കുവെച്ച ദൈവവചനത്തെക്കുറിച്ചുള്ള ചിത്രം നമുക്ക് കാണാൻ കഴിയും. പ്രസംഗിച്ചുകൊണ്ട് സ്ഥാപിച്ച ശിഷ്യ സമൂഹമാണ് അവിടെയുള്ള വിവിധ സഭകളിൽ ലുസ്ത്രയിലും ഇക്കോന്യയിലും അന്ത്യോക്യയിലുമുള്ളത്. ലുസ്ത്രയിലും ഇക്കോന്യയിലും അന്ത്യോക്യയിലുമുള്ള സഭകളിലേക്ക് കർത്തൃദാസന്മാരായ സഭാസ്ഥാപകന്മാർ മടങ്ങിച്ചെന്നിട്ട് അവർ പ്രസംഗിച്ച സബ്ജക്റ്റ് എന്തായിരുന്നു?
അവർ പറഞ്ഞപ്പോൾ പ്രസംഗിച്ച സബ്ജക്റ്റ് ഇതാണ്. ഇങ്ങനെ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കണം. എത്ര ശോധനകൾ ഉയർന്നാലും വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകരുത്. വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കണം. മാത്രമല്ല, അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ദൈവം നിനക്ക് വെച്ചിരിക്കുന്ന പരിശോധനകൾക്കകത്തൂടെ നിത്യതയ്ക്കായി ദൈവം നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാണ് എന്ന് പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉലച്ചു പോന്നു എന്നല്ല, ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു വസ്തുത പറയാം. സ്ഥലം സഭയിലെ കർത്തൃദാസന്മാരല്ലാതെ കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി സ്വകാര്യ വ്യക്തികളെ സമീപിക്കുന്ന പതിവ് സഭകളിൽ ഉണ്ടായാൽ നിങ്ങൾ എത്തിച്ചേരുന്നത് ഗുരുതരമായ അപകടാവസ്ഥയിലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതനായ കൃപാവരമുള്ള ദൈവദാസനാണ് നിങ്ങളുടെ ശുശ്രൂഷകൻ. എങ്കിലും കഴിഞ്ഞ 28 വർഷമായി ഞാൻ ഒരു സഭയുടെ മാത്രം പാസ്റ്ററാണ്. ദൈവത്തിന് സ്തോത്രം. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നു, പ്രവചനങ്ങൾ പലതും തട്ടിപ്പായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് ആത്മഭാരത്തോടെ ശുശ്രൂഷിക്കാൻ കഴിവുള്ളത് സ്ഥലം സഭയ്ക്ക് വേണ്ടി ജീവൻ നൽകി അധ്വാനിക്കുന്ന കർത്തൃദാസന്മാർക്ക് മാത്രമാണ്. ആ ദൈവദാസന്മാരിലൂടെ ദൈവത്തിന് ആത്മാവ് അറിയിക്കുന്ന ദൂതുകൾ ആത്മാർത്ഥതയുള്ളതും സത്യസന്ധവുമായിരിക്കും. അതുകൊണ്ട് ഓർക്കുക, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി എന്തും ആത്മീയതയിൽ കച്ചവടച്ചരക്കാക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുമ്പോൾ, നമ്മുടെ കഷ്ടതകളെ മുഴുവൻ ബന്ധനങ്ങളായി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്ന നിന്റെ കഷ്ടതകളെ കുറിച്ച് വിവേചിച്ചറിയാൻ ദൈവം നമ്മുടെ കണ്ണ് തുറക്കുന്ന രാത്രിയായി രാത്രി തീരട്ടെ എന്ന് ഞാൻ ദൈവസനെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാനുണ്ട്. ബന്ധനം, പോരാട്ടം, കെട്ട്. ഈ പ്രയോഗം സ്വാഭാവികമായി എല്ലാ പെന്തക്കോസ്ത് വേദികളിലും കേൾക്കാറുള്ളൊരു ശബ്ദമാണ്. എന്നാൽ ഒരു സ്ഥലം സഭാ ശുശ്രൂഷകന് ഒരു സ്ഥലം സഭയോടെ കൂറു പുലർത്തുമ്പോൾ അദ്ദേഹത്തിന് സത്യസന്ധമായി മാത്രമേ തൻ്റെ ജനത്തോട് ദൂത് പറയാൻ പറ്റുകയുള്ളൂ. 3 മണിക്കൂറത്തേക്ക് വന്നു പോകുന്ന ഒരാളായിട്ടല്ല. ഒരു സ്ഥലം സഭാ ശുശ്രൂഷകൻ്റെ വേദന നെഞ്ചോടടുത്ത ആത്മഭാരത്തിൻ്റെ വേദനയാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കുക, ബന്ധനം, പോരാട്ടം, കെട്ട് ഇവ യാഥാർത്ഥ്യമാണ്. അത് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ എല്ലാ കാര്യങ്ങളുടെയും പുറകിൽ വ്യാപരിക്കുന്നതിന് മൂലകാരണങ്ങൾ കണ്ടെത്താൻ നമ്മൾ ഇന്ന് രാത്രി ഒരു ചെറിയ ശ്രമം നടത്തിക്കൊണ്ട് ഞാൻ നിങ്ങളെ ആത്മീയ പോരാട്ടത്തിൽ ഒരു ദൈവപൈതൽ അനുഭവിക്കുന്ന ശോധനയുടെ കാരണങ്ങളിലേക്ക് വിളിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പുറകിലെ കാരണം? ഞാൻ കഴിഞ്ഞ രാത്രി പകൽ ഇങ്ങനെ ഓർപ്പിക്കുകയുണ്ടായി. ചില വിഷയത്തിൻ്റെ പുറകിൽ നിൽക്കുന്നത് ഇന്നതാണ് എന്ന് തിരിച്ചറിയാൻ കണ്ണ് തുറന്നാൽ കാഴ്ചപ്പാട് മാറും. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, പുറകിൽ നിൽക്കുന്നത് എന്താണെന്ന് കാണാൻ കണ്ണ് തുറന്നിരുന്നെങ്കിൽ വേദപുസ്തക ചരിത്രം പോലും അറിയനേ. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, മാനവകുലത്തിലെ ആദ്യത്തെ പാപം ഏത് പാപമാണ്? ശ്രദ്ധിച്ച് കേൾക്കുക. മനുഷ്യകുലത്തിലെ ആദ്യത്തെ പാപം ഏത് പാപമാണ്? സകല രാഗങ്ങൾക്കും ഒരു മൂലരാഗം ഉള്ളതുപോലെ സകല പാപങ്ങൾക്കും മനുഷ്യകുലത്തിൽ ഒരു മൂലപാപം ഉണ്ട്. സ്തോത്രം. ഓർക്കുക, സകല രാഗങ്ങളുടെയും മൂലരാഗം സപ്തരാഗമായിരിക്കുന്നത് പോലെ ആ ഒറ്റ രാഗത്തിൽ നിന്ന് 10,000 രാഗതല്ലജങ്ങൾ പൊട്ടിവിടരുന്നത് പോലെ ഒറ്റ പാപത്തിൽ നിന്നും പൊട്ടിവിടർന്ന പാപമാണ് മനുഷ്യകുലത്തെ ബാധിച്ച പാപം. അതിൽ ഒന്നാമത്തെ പാപം ദൂതനിൽ തുടങ്ങിയ പാപമല്ല, പിന്നെ മനുഷ്യകുലത്തിലെ ആദ്യത്തെ പാപം ഏദനിൽ തുടങ്ങിയ പാപമാണ്. ഇന്നും ആദാം ജീവിച്ചിരിപ്പുണ്ട്, ഇന്നും ഹൗവ ജീവിച്ചിരിപ്പുണ്ട്, ഇന്നും പാമ്പ് പഴം പറിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ജീവിച്ചിരിപ്പുണ്ട്. ആദമിൻ്റെ, നമ്മുടെ വല്യപ്പനായ ആദം നമ്മിലൂടെ ഇന്നും പഴം നീട്ടാൻ പറിക്കാൻ കൈ നീട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വല്യമ്മയായ ഹൗവയുടെ ജനിതക ബന്ധത്തിൽ ഇന്നും നമ്മിലൂടെ പാപത്തിന് പ്രേരണ നൽകുന്നു. മൂത്ത മകൻ ഇളയ മകനെ കൊല്ലുന്നു, രക്തച്ചൊരിച്ചിൽ വർദ്ധിക്കുന്നു. പഴയ പാപത്തിൻ്റെ തനിയാവർത്തനങ്ങൾ ഇന്നും കാണുന്നു. ഓർക്കുക, 10,000 ഗാനതല്ലജങ്ങൾ സപ്തരാഗത്തിലൂടെ പൊട്ടിവിടരുന്നത് പോലെ ഏദനിലെ ആദ്യ പാപമായ തുടക്ക പാപമായ ഹൗവയുടെ പാപക്കനി പിടിച്ചു കടിച്ച് പാപത്തിൽ വീണ പതനം ഭവിച്ച പാപമാണ് ആദ്യത്തെ മനുഷ്യകുലത്തിലെ പാപമെങ്കിൽ ആ പാപത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന വ്യക്തി സാത്താനാണെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം, എന്നെ ഈ പഴം തീറ്റാൻ പ്രേരിപ്പിച്ചുകൊണ്ട്
എൻ്റെ മുൻപിൽ മധുരമായി സംസാരിക്കുന്ന വ്യക്തി പിശാചാണ് എന്ന് ഹൗവ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ മനുഷ്യകുലത്തിൽ പാപവീഴ്ച ഉണ്ടാകയില്ലായിരുന്നു. യേശുവിനോട് മാറ്റിക്കൊണ്ടുപോയി നിനക്കിത് ഭവിക്കരുതേ എന്ന് പത്രോസ് പറയുമ്പോൾ പിശാചേ എന്ന് യേശു സംസാരിക്കുന്ന സമയം എൻ്റെ നാവിനെ നിയന്ത്രിച്ചുകൊണ്ട് ഇപ്പോൾ രക്ഷകനോട് സംസാരിക്കുന്ന ശക്തി സാത്താൻ്റെ സ്വാധീനമാണ് എന്ന് അത് പത്രോസ് തിരിച്ചറിഞ്ഞെങ്കിൽ ഈ അപകടം ഉണ്ടാകയില്ലായിരുന്നു. 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അച്ചാരം വാങ്ങുമ്പോൾ ഇതിൻ്റെ പുറകിലെ പ്രേരണ സാത്താന്യമാണ് എന്ന് യൂദ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അനർത്ഥം സംഭവിക്കുകയില്ലായിരുന്നു. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ അനന്യ സഫീറമാർ പ്രേരിപ്പിക്കപ്പെടുമ്പോൾ സാത്താൻ എൻ്റെ ഹൃദയത്തെ വഞ്ചിക്കുകയാണ്, ഈ മറശീലയുടെ പുറകിൽ നിൽക്കുന്നത് പിശാചാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ആ ദുരന്തം സംഭവിക്കുകയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ പുറകിലെ കാരണം തിരിച്ചറിയാൻ കണ്ണ് തുറന്നാൽ അതൊരു വിടുതലായി പരിണമിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന കാരണം കാണാൻ എൻ്റെ കണ്ണ് തുറക്കണേ കർത്താവേ. ഞാൻ പറയട്ടെ, പലപ്പോഴും വിഷയത്തിൻ്റെ കാരണം ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകില്ല. നിങ്ങൾക്കറിയാമോ, ഇവിടെ ലൈറ്റ് ഓൺ ചെയ്യുന്നു, ഇവിടെ ലൈറ്റ് കത്തുന്നു, ഫാൻ കറങ്ങുന്നു, AC വർക്ക് ചെയ്യുന്നു. ഇതിൻ്റെ പുറകിലെ പ്രേരക ഘടകം ഏതാണ്? ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഘടകം ഏതാണ്? ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഘടകം? ഇലക്ട്രിസിറ്റി. നമ്മുടെ നാട്ടിൽ ജലവൈദ്യുത പദ്ധതിയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നതിന് മൂലഘടകം. നമ്മൾ ഒറ്റ നോട്ടത്തിൽ പറയും ഇലക്ട്രിസിറ്റിയാണ് ഇതിൻ്റെ പുറകിലെ ഘടകം. പക്ഷെ ഞാൻ പറയുന്നു 9,30,00,000 മൈൽ അപ്പുറത്ത് നിന്ന് കത്തിജ്വലിക്കുന്ന സൂര്യനാണ് ഈ വെട്ടത്തിൻ്റെ പുറകിലെ ഘടകം. ഈ AC-യുടെ പുറകിലെ ഘടകം സൂര്യനാണ്. സ്തോത്രം. 1.5 കോടി ഡിഗ്രി സെൽഷ്യസിൽ ഹീലിയം കത്തുന്ന ആണവ നിലയമായ സൂര്യനാണ് ഇതിൻ്റെ പുറകിലെ ഘടകം. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഞാൻ പറയാം, പെട്ടെന്ന് മനസ്സിലാക്കാം. ഇവിടെ അടുത്തുള്ള പവർ ഹൗസിൽ നിന്നും സബ്സ്റ്റേഷനിലേക്ക് പവർ എത്തുന്നു, സബ്സ്റ്റേഷനിൽ നിന്നും ട്രാൻസ്ഫോർമറിലേക്ക് പവർ എത്തുന്നു, ട്രാൻസ്ഫോർമറിൽ നിന്നും ഇവിടെ അടുത്തുള്ള മുറിയുടെ ഭാഗത്തേക്ക് വന്നു നിൽക്കുന്ന അലൂമിനിയം കമ്പിയിലൂടെ ഈ പവർ അവിടെ എത്തുന്നു, ഇവിടെ ബോർഡിലേക്ക് ഈ പവർ എത്തുന്നു. അതിനുശേഷം ഈ ലൈനിലൂടെ ഈ കറണ്ട് ഈ പവർ എത്തി ഈ ലൈറ്റിനെ പ്രകാശിപ്പിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ പുറകിലുള്ള ബോർഡിലെത്തുന്ന ലൈൻ, ഇതിൻ്റെ പുറകിലിരിക്കുന്ന ജനറേറ്ററിൽ ട്രാൻസ്ഫോർമറിലെത്തുന്ന ലൈൻ, ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന സബ്സ്റ്റേഷനിലെത്തുന്ന പവർ, ഇതിൻ്റെ പുറകിലിരിക്കുന്ന മെയിൻ സ്റ്റേഷനാകുന്ന പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതിയിൽ എത്തി നിൽക്കുന്ന പവറിൻ്റെ പ്രധാന കാരണം എന്താണ്? 9,30,00,000 മൈൽ അപ്പുറത്ത് നിന്ന് കത്തിച്ചൊലിക്കുന്ന സൂര്യൻ്റെ താപം ഈ ഭൂമിയിലെ ജലാശയത്തിൽ പതിച്ച് അവിടുന്ന് ഉയരുന്ന നീരാവി മേഘപാളികളായി മാറി അത് തണുത്ത തപിച്ച് താഴേക്ക് മഴയായി പെയ്തിറങ്ങി അത് ഉറവകളിലൂടെ ഊറിക്കൂടി നദികളായി അത് കടന്നു വന്ന് അത് അണക്കെട്ടിലേക്ക് സ്വാതന്ത്ര്യം നിയന്ത്രിക്കപ്പെട്ട് തടഞ്ഞു നിർത്തപ്പെട്ട് അത് പ്രത്യേകമായിരിക്കുന്ന പൈപ്പിലൂടെ ഇലച്ചക്രത്തിലേക്ക് ചാടിച്ച് അതിനകത്തെ മാഗ്നറ്റിക് പ്രവർത്തിക്കത്തക്ക വിധത്തിൽ ഇലച്ചക്രത്തെ ഈ വെള്ളം ചലിപ്പിച്ച് അതിലൂടെയാണ് ഈ പവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെങ്കിൽ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന ശക്തി കേന്ദ്രം സൂര്യനാണ്. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളെ, ഇതുപോലെ നിന്റെ ബന്ധനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും പുറകിൽ നിൽക്കുന്ന ശക്തി കേന്ദ്രം ഏതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയത്തില്ലെങ്കിലും അത് വചനത്തിൻ്റെ കണ്ണാടി കൊണ്ട് ഇന്ന് രാത്രി ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു തുള്ളി രക്തം ലാബിൽ പരിശോധിക്കുമ്പോൾ അതിനകത്ത് പ്രവർത്തിക്കുന്ന അണുക്കളെക്കുറിച്ച് ഗവേഷണാത്മകമായി തിരിച്ചറിയുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്റെ കണ്ണ് തുറക്കുന്ന രാത്രിയാകണം. എന്തുകൊണ്ടാണ് ഈ പരിശോധനകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഓർക്കുക, പരിശോധനയുടെ പുറകിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം അതിനോടുള്ള മനോഭാവം മാറണം. എല്ലാ പരിശോധനകളും പൈശാചിക ബന്ധനം കൊണ്ട് തന്നെ സംഭവിക്കുന്നതല്ല. പരിശോധനകൾക്ക് വ്യത്യസ്തമായ കാരണങ്ങൾ ഉണ്ട്. അതിൽ വളരെ ശ്രദ്ധിച്ച് ഗ്രഹിച്ചാൽ പ്രസക്തിയുള്ള ആയിരക്കണക്കിന് കാരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതിനോടുള്ള നമ്മുടെ മനോഭാവം മാറിക്കഴിയുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ വ്യത്യസ്തമാണെന്ന് കാണാൻ കഴിയും. എല്ലാ കാരണങ്ങളും ഒന്നല്ലെന്ന് തിരിച്ചറിയുക. സ്തോത്രം. ഓർക്കുക, പനിക്കും ക്യാൻസറിനും കൊടുക്കുന്ന ചികിത്സാവിധി ഒന്നല്ലല്ലോ. അതുപോലെ കാരണങ്ങൾ പലതാണ്.
നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചിലത് ഒരുപോലെ തോന്നിയാലും ഒന്ന് ചിലപ്പോൾ പരിശോധനയായിരിക്കും, മറ്റൊന്ന് ചിലപ്പോൾ ശിക്ഷയായിരിക്കും. ശിക്ഷ ഏതാണ്, പരിശോധന ഏതാണ് എന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ തിരിച്ചറിയാൻ ഒരു കർത്തൃദാസന്റെ പ്രവചന ശബ്ദത്തെക്കാൾ നിനക്ക് കർത്തൃസലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് വെളിപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കണം. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് കഷ്ടതയോടുള്ള ഒരു ദൈവപൈതലിന്റെ മനോഭാവം, ഒരു ഭക്തന്റെ കഷ്ടതയുടെ പ്രധാന കാരണങ്ങൾ. ഇതിൽ ഒന്നാമത്തെ കാര്യം, കഷ്ടത നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയമനത്തിൻ്റെ ഭാഗമാണ്. വായിച്ചാട്ടെ, പത്രോസിന്റെ 1-ാം ലേഖനം 2:21 വാക്യം. ശ്രദ്ധിച്ച തുടക്കം കുറിക്കുക. ഏത് ചോദ്യവും ബൈബിളിനോട് ചോദിക്കുക. അത് ഉത്തരം തരാത്തതിനൊന്നും ആമേൻ പറയാതിരിക്കുക. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 21 വാക്യം വേഗം വായിച്ചാട്ടെ. അതിനായിട്ടല്ലോ നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. ഇതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. നിങ്ങൾ ഓർക്കുക, ക്രിസ്തു നിങ്ങൾക്കായി കഷ്ടം അനുഭവിച്ചു. ഞാൻ അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റേണ്ടതിന് എനിക്കവൻ മാതൃക വെച്ചിരിക്കുന്നു. കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അനുഭവിച്ച പാത ഞാൻ പിന്തുടരേണ്ട പാതയാണ്. എവിടെ നിന്ന് യേശുവിനെ ഞാൻ പിന്തുടരാൻ തുടങ്ങണം? മറിയയുടെ ഗർഭപാത്രത്തിൽ നിന്നും ആ പിന്തുടർച്ച തുടങ്ങുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. എവിടെയാണ് മറിയയുടെ പിന്തുടരെ? ഗർഭപാത്രത്തിൽ യേശു രൂപപ്പെട്ട രീതി, വചനവും ആത്മാവും തമ്മിൽ സങ്കലിച്ചപ്പോഴാണ് യേശുവിൻ്റെ ജനനം നടന്നതെങ്കിൽ, എൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധ റൂഹ വചനത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോഴാണ് എൻ്റെ അകത്ത് വീണ്ടും ജനനം നടന്നത്. എൻ്റെ വീണ്ടും ജനനവും കർത്താവിൻ്റെ ജനനവും ഒരുപോലെയായിരുന്നു. അവിടെ നിന്ന് പിന്തുടർച്ച തുടങ്ങുകയാണ്. ബത്ബാറ കടവിൽ സ്നാനം മുതൽ അവൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിൻ്റെ വ്യാപാരം മുതൽ അവനെ ഞാൻ പിന്തുടർന്ന് ഗതസമനയിലും ഞാൻ അവനെ പിന്തുടരുന്നു. ഗോൽഗോത്തയിലും ഞാൻ അവനെ പിന്തുടർന്നിട്ട് ഞാൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ജോസേഫിൻ്റെ ഇരുൾ മൂടിയ കല്ലറയിലും ഞാൻ അവനെ പിന്തുടർന്നിട്ട് ഞാൻ അവനോട് കൂടെ മരിച്ചിരിക്കുന്നു. ഇതാ ഞായറാഴ്ച രാവിലെ സമയം ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവശക്തിയുടെ വ്യാപാരത്താൽ യേശുവിൻ്റെ ശരീരം കല്ലറയിൽ നിന്ന് ഉയർത്തതുപോലെ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോടുകൂടെ ഞാനും ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന നീ അവൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റേണ്ടിയിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ കഷ്ടത ആക്സിഡൻ്റായി വന്ന കഷ്ടതയാണോ, മുൻ നിർണയിക്കപ്പെട്ട കഷ്ടതയാണോ? ശബ്ദം ഉയർത്തി പറഞ്ഞേ, ശബ്ദം ഉയർത്തി. യേശു ക്രിസ്തുവിന്റെ കഷ്ടത ആക്സിഡന്റായി വന്ന കഷ്ടതയല്ല. യേശു ക്രിസ്തുവിന്റെ കഷ്ടത പ്രീ പ്ലാൻ ചെയ്യപ്പെട്ട കഷ്ടതയാണ്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിർണയിച്ചതൊക്കെയും സംഭവിച്ചിരിക്കുന്നു. സത്യം. കഷ്ടതയോടുള്ള ഒരു ഭക്തന്റെ മനോഭാവം മാറട്ടെ. എൻ്റെ അപ്പച്ചൻ അറിയാതെ എൻ്റെ തലയിൽ നിന്നൊരു രോമം നിലത്ത് വീഴില്ല. ബോധ്യമുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? എൻ്റെ അപ്പച്ചൻ അറിയാതെ എൻ്റെ തലയിൽ നിന്നൊരു രോമം നിലത്ത് വീഴില്ല. അവൻ വേലി മാറ്റിക്കൊടുക്കാതെ ശത്രു എൻ്റെ കുടുംബത്തെ തൊടില്ല. അങ്ങനെയാണെങ്കിൽ ആരാധിക്കുന്ന ദൈവമക്കൾ പറയണം, ഇതിൻ്റെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇയ്യോബ് ശോധനയിലൂടെ കടന്നുപോയ ഭക്തനാണെങ്കിൽ, ദാവീദ് ശോധനയിലൂടെ കടന്നുപോയ ഭക്തനാണെങ്കിൽ, മോശ ശോധനയിലൂടെ കടന്നുപോയ ഭക്തനാണെങ്കിൽ, യിരെമ്യാവ് ശോധനയിലൂടെ കടന്നുപോയ ഭക്തനാണെങ്കിൽ, പൗലോസ് ശോധനയിലൂടെ കടന്നുപോയ ഭക്തനാണെങ്കിൽ, തിമത്തിയോസും തീത്തോസും ലൂക്കോസും ശോധനയിലൂടെ കടന്നുപോയ ഭക്തരാണെങ്കിൽ, ഞാനും അതിലൂടെ കടന്നു പോകേണ്ടി വരും. അത് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ, എൻ്റെ കർത്താവെ പിടിച്ചു നിൽക്കാൻ ഉള്ള കൃപ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, എൻ്റെ ശോധനയുടെ പുറകിൽ എൻ്റെ ദൈവത്തിന് മുൻനിർണയമുണ്ടെങ്കിൽ അതിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ എനിക്ക് തരണം. നിങ്ങൾക്കറിയാമോ, ഭക്തന്മാരുടെ പാട്ടിൻ്റെ പലരും, ഇന്നത്തെ പാട്ടുകളല്ല പറയുന്നത്, ഭക്തന്മാരുടെ ഇന്നത്തെ ചില പാട്ടുകൾക്കകത്തെ പ്രസക്തി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണ്
പരീക്ഷ എൻ്റെ ദൈവം. ശബ്ദമുയർത്തി പരിഹാരം. ഓ പരീക്ഷ എൻ്റെ ദൈവം, ഓ പരിഹാരം. ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണ്. എന്തായതിനർത്ഥം? പരീക്ഷ അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്ന് അറിയുന്ന ഞാൻ. ക്രൂശും എടുത്തിനി ഞാനൻ യേശുവേ പിൻചെൽകയാൽ, പാരിൽ പരദേശിയായി ഞാൻ മോക്ഷ വീട്ടിൽ പോകയാൽ. ക്രൂശും എടുത്തിനി ഞാനൻ യേശുവേ പിൻചെൽകയാൽ, പാരിൽ പരദേശിയായി ഞാൻ മോക്ഷ വീട്ടിൽ. ചെറിയൻ സാറിന്റെ മനോഹരമായ പാട്ട്, ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ. എത്ര പേർക്കറിയാം? എല്ലാരും കൈവിട്ടാലും കൃപയാൽ. അതിനകത്തൊരു സ്റ്റാൻസായുണ്ട് കേട്ടോ. നിത്യ രക്ഷദാനം ചെയ്ത ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ ഏതു കഷ്ടത്തെയും താണ്ടി അന്ത്യത്തോളം പോയിടാം. നിത്യ രക്ഷദാനം ചെയ്ത ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ ഏതു കഷ്ടത്തെയും താണ്ടി അന്ത്യത്തോളം പോയിടാൻ. ദൈവത്തിന് സ്തോത്രം. എങ്ങനുണ്ട്? ഏത് കഷ്ടത്തെയും താണ്ടി അന്ത്യത്തോളം പോകാൻ എൻ്റെ മേൽ കൃപ പകരുന്ന നിത്യരക്ഷയെ ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ, ആമേൻ, എന്നെ അവൻ ആടിച്ചാലും അവൻ. അങ്ങനെയാണെങ്കിൽ കഷ്ടതയുടെ പുറകിലെ ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിയുന്ന ദൈവമക്കൾ അനുഭവിക്കുന്ന അനുഗ്രഹത്തിന്റെ റോസാപ്പൂക്കൾക്ക് വേണ്ടി മാത്രമല്ല, സഹിക്കുന്ന ശോധനയുടെ പുറകിലും ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്നറിഞ്ഞ് കരമുയർത്തി സ്തോത്രം ചെയ്യുന്നവരാകണം. സാധു കൊച്ചുകുഞ്ഞുപദേശി കഷ്ടതയ്ക്ക് കൊടുത്ത പേര് തങ്ക കഷ്ടതകൾ എന്നാണ്. തങ്ക കഷ്ടതകൾ സഹിപ്പാനും പ്രാപ്തിത. തങ്ക കഷ്ടതകൾ സഹിപ്പാനും പ്രാപ്തിത. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഓർക്കുക, അപ്പോൾ കഷ്ടതയുടെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. എന്താണ് കഷ്ടതയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി? നിങ്ങൾ തിരിച്ചറിയണം. വിശ്വാസത്തിൽ വന്നാൽ ഉടൻ തന്നെ സകല കഷ്ടതയും അടിച്ച് കൊച്ചിക്കായലിൽ കളയും എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. പാസ്റ്റർ കഷ്ടത പ്രസംഗിക്കാനാണോ വന്നേ? ഞാൻ കഷ്ടതയുടെ പ്രസംഗകനല്ല. ഉറപ്പിച്ച് ഞാൻ പറയാം, ഒരു ഭക്തന്റെ ജീവിതത്തിലെ കഷ്ടത ഉണ്ട് എന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ തന്നെ എൻ്റെ ദൈവം എനിക്ക് അനുവദിക്കുന്ന ഏത് സാഹചര്യത്തിലും ഞാൻ സംതൃപ്തിയുടെ പ്രസംഗകനാണ്. സ്തോത്രം. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? ഈ സംതൃപ്തി പണം കൊണ്ടുണ്ടാകുന്നതല്ല, സംതൃപ്തി മനോഭാവം കൊണ്ടുണ്ടാകുന്നതാണ്. ആണോ? സംതൃപ്തി പണം കൊണ്ടുണ്ടാകുമോ? ഇല്ല, സംതൃപ്തി മനോഭാവം കൊണ്ടേ ഉണ്ടാകത്തുള്ളൂ. ഈ കഴിഞ്ഞിരുന്ന ആളുകൾക്ക് പുറകിൽ എനിക്കൊരു ഇൻ്റർവ്യൂവിൽ ഈ വിഷയം ബോധ്യമായത് എങ്ങനെയെന്നറിയാമോ? സ്തോത്രം. ഈ മണ്ണാർക്കാട് ഭാഗത്ത് മലയരയന്മാരെന്ന് പറഞ്ഞ ഒരു പറ്റം ആളുകൾ വനത്തിനകത്ത് താമസമുണ്ട്. അതിലൊരു മൂപ്പനെ പന്നി കുത്തി. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പന്നി കുത്തിയ മൂപ്പനെ
ചികിത്സിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്ന് ഡ്രസ്സ് ചെയ്യുക, മുറിവ് ഡ്രസ്സ് ചെയ്യുക. ഈ സമയത്ത് ഒരു ക്രിസ്ത്യൻ ഡോക്ടർ ഇദ്ദേഹത്തോട് ചോദിച്ചു, സാറേ അതെ മൂപ്പ, ഒരു ചോദ്യം ചോദിക്കട്ടെ, ഗവൺമെൻറ് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന ക്വാർട്ടേഴ്സ് സംവിധാനങ്ങളൊക്കെ ഇല്ലേ? ഈ കാട്ടിനകത്ത് നിങ്ങൾ താമസിക്കുന്ന ഇവിടെ വൃക്ഷത്തിൻ്റെ മുകളിൽ ഏറുമാടം കെട്ടി അതിനകത്തേക്ക് ചെറിയ സ്റ്റെപ്പുകൾ പോലെ ഊഞ്ഞാലോ ആടി മണ്ടേ കയറിയല്ലോ താമസിക്കുന്നേ, അവിടമൊക്കെ വിട്ടേച്ച് നിങ്ങൾ ഈ നാട്ടിലെങ്ങാനും വന്ന് മാന്യമായി താമസിക്കരുതോ? എത്ര മാന്യമായ ക്രമീകരണമാണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ മുറുക്കി പല്ലൊക്കെ പുളിങ്കുരു പോലായ ഈ മൂപ്പര് ഈ പല്ലുള്ളത് അങ്ങോട്ട് പുറത്തോട്ട് കാട്ടിയൊന്ന് വക്രിപ്പിച്ചുകൊണ്ട് ഡോക്ടറിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഒന്ന് ചിരിച്ചോണ്ട് പറഞ്ഞ വാചകം കേൾക്കണോ? പറഞ്ഞത് ഇങ്ങനാണ്, തമ്പ്ര അവിടം സ്വർഗമാ തമ്പ്ര, സ്വർഗം. മലദൈവങ്ങളെ സേവിച്ച് കുലദൈവങ്ങളെയും ആരാധിച്ച് കാട്ടിറച്ചിയും കഴിച്ച് ഞങ്ങളുടെ ഏറുമാടത്തിലെ ഉറക്കം സ്വർഗമാ തമ്പ്ര, സ്വർഗം. സ്തോത്രം. ഈ അടുത്തിടയ്ക്ക് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്കൽ തിരുവനന്തപുരത്തെ ഒരു വലിയ അഭിനേതാവ് വന്നു. നല്ലപോലെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു അഭിനേതാവ് വന്നു. അപ്പോൾ സ്വകാര്യ സംഭാഷണത്തിനിടയിൽ സൈക്കാട്രിസ്റ്റിനോട് ഇദ്ദേഹം പറയുക, അല്ല നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളങ്ങ് സുഖിക്കുക എന്നാണ്. ശരിയാണ്, എനിക്ക് തിരുവനന്തപുരത്തെ 2 വീടുണ്ട്. 2 വീടിൻ്റെ പോർച്ചിൽ അപ്ഡേറ്റ് കാറുകൾ കിടപ്പുണ്ട്. ഊട്ടിയിലും കൊടൈക്കാലിലും 2 വീടുണ്ട്, അവിടെയും കാറുകളുണ്ട്. പക്ഷെ ഭാര്യയുടെയും പിള്ളേരുടെയും കൂടി ഇരുന്ന് ഒരു പറ്റ് ചോറ് വാരിക്കഴിച്ച് ഒന്ന് ചിരിച്ചിട്ട് എത്ര നാളായെന്നറിയാമോ? കഷ്ടമായി ജീവിതം. നിങ്ങൾക്ക് കാര്യം പറഞ്ഞത് മനസ്സിലായോ? എടാ, ഊട്ടിയിലും കൊടൈക്കാലിലാണ് തിരുവനന്തപുരത്തും വീടും അതിൻ്റെ മുറ്റത്ത് പുത്തൻ കാറുമുള്ള കോടികളുടെ ഉടമസ്ഥന് ഒരു സന്തോഷവും ഇല്ല. എന്നാൽ വനത്തിനകത്ത് ഏറുമാടത്തിൽ പാർത്ത് സ്തോത്രം പന്നിയുടെ കുത്തുകൊണ്ട് കഴിയുന്ന മലയരയന് സ്വർഗമാണ്. ഞാൻ ആരാധിക്കുന്ന ദൈവമക്കളോട് പറയാം, വൃക്ഷച്ചവിട്ടിക്കഴിഞ്ഞാലും പണമല്ല സന്തോഷത്തിൻ്റെ അടിത്തറ, മനോഭാവമാണ്. ഗ്ലോറി, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏത് ശോധനകൾക്കകത്തും നിനക്ക് സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം മനോഭാവമാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മനോഭാവമല്ല നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ മനോഭാവമല്ല എൻ്റെ മനോഭാവം. ചില ആളുകളോട് പാസ്റ്റർമാർ എത്ര പ്രസംഗിച്ചാലും റേഡിയോയോട് സംസാരിക്കുന്ന പോലെ ഉള്ളൂ. റേഡിയോയ്ക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇതുപോലെ ഒന്നും അങ്ങോട്ട് കയറുകയില്ല. ചിലരോട് സംസാരിക്കുന്നത് പാർക്കിൽ പോയി പ്രതിമയോട് ഭൂകമ്പത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന പോലെ ഇരിക്കും. ഇതുപോലെ സഭായോഗത്തിനും ആരാധനയ്ക്കകത്തും വന്നിരിക്കുന്ന പാർക്കിലെ പ്രതിമയാണ്. എന്നാൽ ആത്മീയനാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം, നീ സകലത്തെയും വിവേചിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, നിന്റെ കഷ്ടതയുടെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഒന്ന്, കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റാൻ എൻ്റെ ദൈവം എനിക്ക് അനുവദിച്ചിരിക്കുന്നതാണ് കഷ്ടത. ഞാൻ ഈ ആരാധനയിൽ ശ്രദ്ധിക്കുന്ന ദൈവങ്ങൾ പറയാം, ഒരിക്കൽ പോലും ആത്മീയത സങ്കല്പമാകരുത്. സങ്കല്പം ആത്മീയതയല്ല, സങ്കല്പം ഭാവനയാണ്. നിങ്ങൾ എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വന്നെന്നിരിക്കട്ടെ, താഴെ നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ സ്തോത്രം മുകളിലത്തെ മുറിയിൽ, എൻ്റെ മുകളിലത്തെ മുറിയിൽ വിശ്രമിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇറങ്ങിപ്പോകുന്നു, അത്യാവശ്യമുണ്ടെന്ന് പറയുന്നു. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു അവർ പോകാൻ തുടങ്ങുന്നു. എനിക്ക് പെട്ടെന്ന് നിങ്ങളെ ഒന്ന് കാണണം. ഞാനപ്പോൾ മുകളിലത്തെ സ്റ്റെയർ കേസ് ഇറങ്ങി താഴെ വന്ന് കാണുന്നതിനേക്കാൾ എൻ്റെ മുറിയുടെ എഡ്ജിലൂടെ കിടക്കുന്ന ആ ചെറിയ അതേ ഭാഗത്തൂടെ നേരെ താഴോട്ടൊന്ന് ചാടിയാൽ പറ്റും എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ നേരെ പുറത്തേക്ക് ആ ഡോറൊന്ന് തുറന്നിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാനിപ്പോൾ അങ്ങോട്ട് ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് ഒരു 10-14 അടി പൊക്കമുള്ള മേക്കൂരയിൽ നിന്ന് താഴേക്ക് ചാടിയാൽ എങ്ങനെ ഇരിക്കും? എന്നെപ്പോലിരിക്കുന്ന ഒരാൾ ചാടിയാൽ 16 ഒടിയും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് സങ്കല്പമാണ്. എൻ്റെ സങ്കല്പമല്ല ആത്മീയത. ഭക്തന്മാർ അനുഭവിക്കുന്ന കഷ്ടതയുടെ പുറകിൽ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് പ്രസംഗിക്കുന്ന കർത്തൃദാസന്മാർ ആത്മാവിൽ ഓർക്കുക. നാളെ നടത്താൻ സാത്താൻ ഒരുക്കി വെച്ചിരിക്കുന്ന കണികളെ എൻ്റെ പ്രാർത്ഥനയിൽ മുറിക്കാൻ വ്യാപരിക്കുന്ന ദൈവശക്തിയെ ഞാൻ ഉൾക്കൊള്ളുമ്പോൾ തന്നെ എൻ്റെ സങ്കല്പത്തെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ഒരു ലിസ്റ്റ് നിങ്ങളുടെ മുൻപിൽ വായിക്കാൻ തുടങ്ങുക. നിങ്ങൾ ബുദ്ധിപരമായി പ്രാർത്ഥനയോടെ ഇത് കേട്ടൊന്ന് വിലയിരുത്തണം. അപ്പോസ്തോലിക പിതാക്കന്മാർ
അനുഭവിച്ച ശോധനകളുടെ ലിസ്റ്റാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്കൊന്ന് കൊണ്ടിരുന്നത്. മത്തായി മുതലുള്ള അപ്പസ്തോല പിതാക്കന്മാരുടെ പരിതസ്ഥിതി. മത്തായി എത്യോപ്യയിൽ രക്തസാക്ഷിത്വം വഹിച്ചു. അദ്ദേഹം ഒടുവിൽ വാൾ കൊണ്ട് കൊല്ലപ്പെടുകയായിരുന്നു. മർക്കോസ് ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ കുതിരകളെ കൊണ്ട് ശരീരത്തെ തൊലി ഉരിച്ചതിന് ശേഷം തെരുവിലൂടെ കെട്ടി വലിച്ചിഴച്ചു വധിക്കപ്പെട്ടു. സ്തോത്രം. ലൂക്കോസ് ഗ്രീസിൽ തൂക്കിൽ ഏറ്റപ്പെട്ട് ജീവനോടെ കിടന്ന് പിടയുന്നതിനിടയിൽ കേൾവിക്കാരോട് സുവിശേഷം സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. പത്രോസ് കുരിശിൽ തലകീഴായി ക്രൂശിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതുപോലെ ഞാൻ മരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂശീകരണം തലകീഴായി വേണം എന്ന് തന്നെ പീഡിപ്പിച്ചവരോട് ആവശ്യപ്പെട്ടു. സ്തോത്രം. യെരൂശലേം സഭയുടെ ലീഡറായിരിക്കുന്ന പുതിയ നിയമത്തിലെ ലേഖനകർത്താവായ യാക്കോബ് തൻ്റെ വിശ്വാസത്തിനെ നിഷേധിക്കാൻ സമ്മതിക്കാഞ്ഞതുകൊണ്ട് ദേവാലയത്തിൻ്റെ ഗോപുര മുകൾ ഭാഗത്ത് നിന്നും താഴേക്ക് വലിച്ചെറിയപ്പെട്ട് ഛിന്ന ഭിന്നമായി തകർക്കപ്പെട്ട് നിലത്ത് വീണപ്പോഴും മരണം ഉറപ്പാക്കപ്പെടാത്തതിനാൽ അവർ ഗത കൊണ്ട് അദ്ദേഹത്തെ ഇഞ്ചിഞ്ചായി അടിച്ചു കൊന്നു. ദൈവത്തിന് സ്തോത്രം. സബദിയുടെ പുത്രനായ യാക്കോബിനെ യെരൂശലേമിൽ വെച്ച് ശിരച്ഛേദം ചെയ്തു. ബർത്തലോമായ ഏഷ്യയിൽ ഒരു മിഷണറി ആയിരിക്കെ ദൈവത്തിന് സ്തോത്രം ഇന്നത്തെ തുർക്കിയിൽ അദ്ദേഹം യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്തസാക്ഷിത്വം വഹിച്ചു. അന്ത്രയോസ് ഗ്രീസിൽ ദൈവത്തിന് സ്തോത്രം വെച്ച് എക്സ് ആകൃതിയിലുള്ള പ്ലസ് ആകൃതിയിലുള്ള കുരിശുണ്ട്, ടി ആകൃതിയുള്ള ക്രൂശുണ്ട്, ഐ ആകൃതിയുള്ള ക്രൂശുണ്ട്. എക്സ് ആകൃതി എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ 4 ഭാഗങ്ങളിലേക്കും കൈയും കാലും വലിച്ചു നീട്ടി അടിക്കുകയാണ്. എക്സ് ആകൃതിയിലുള്ള കുരിശിന്മേൽ ദൈവത്തിന് സ്തോത്രം ക്രൂശിക്കപ്പെട്ടു. 7 പട്ടാളക്കാർ കഠിനമായി ചാട്ടവാർ കൊണ്ട് അടിച്ച് തൊലി ഉരിച്ചതിന് ശേഷം തൻ്റെ വേദന നീട്ടുന്നതിനായിട്ടാണ് അദ്ദേഹം മൃതദേഹം പോലെയായ ശരീരം ചരട് കൊണ്ട് കുരിശുമായി കെട്ടി ബന്ധിച്ചത്. ആ കെട്ടിക്കിടന്നുകൊണ്ട് തന്നെ സുവിശേഷം പങ്കുവെച്ചിട്ട് പറഞ്ഞു, ഈ ഒരവസ്ഥയിൽ ഞാൻ കർത്താവിനെ കാണുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. തോമസ് എണ്ടിയിൽ വെച്ച് കാളി ഭക്തന്മാരുടെ കുന്തമേറ്റു മരിച്ചു. മത്തിയാസ് ദൈവത്തിന് സ്തോത്രം അപ്പസ്തോല പ്രവർത്തികൾ കാണുന്ന മത്തിയാസ് കല്ലേറേറ്റ് കൊല്ലപ്പെട്ടു. ധന്യനായ പൗലോസ് ശ്ലീഹ AD 67 ഓസ്തിയയ്ക്ക് തിരിയുന്ന രാജവീതിയിലേക്ക് നടത്തിക്കൊണ്ടുപോയിട്ട് 4.5 അടി പൊക്കം വരുന്ന ഒരു കൽത്തൂണിലേക്ക് തല ചായ്ക്കാൻ പറഞ്ഞ് കഴുത്ത് വെട്ടിമാറ്റപ്പെട്ടു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇവരിൽ ആരാണ് സമൃദ്ധിയിൽ അവസാനിച്ചത്? ഫ്രീസായി പോയല്ലേ? ഇവരിൽ ആരാണ് സമൃദ്ധിയിൽ അവസാനിച്ചത്? ഇവർ അനുഭവിച്ച പരിശോധനകളുടെ പുറകിൽ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ കഷ്ടതയെക്കുറിച്ച് പറയുന്നു, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ലഭിപ്പാൻ ഹേതുവാകുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, വെള്ളയുടുപ്പിട്ടിട്ടുള്ള ആളുകൾ ഒന്ന് കൈ ഉയർത്താമോ? വെള്ളയുടുപ്പിട്ടിട്ടുള്ള ഇതിനകത്തിരിക്കുന്നവർ വെള്ളയുടുപ്പിട്ടിട്ടുള്ള കൈ ഉയർത്താമോ? ഞാൻ പറയാം, ഇത്രയും വെള്ളയുടുപ്പിട്ടവരെ ഇതിനകത്തോട്ട് ഞാൻ കയറ്റി നിർത്തിയാൽ ഇന്ന് രാവിലെ സമയം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഇവിടെ അടുത്ത തുണിക്കടയിൽ നിന്നും പുത്തൻ വെള്ളയുടുപ്പ് തയ്ച്ചിട്ടുകൊണ്ട് ഒരാൾ കയറി വന്നാൽ മറ്റുള്ളവരുടെ വെള്ളയുടുപ്പിനേക്കാൾ ആ വെള്ളയ്ക്ക് തിളക്കം വേറെയാണെങ്കിൽ 1000 വെള്ളയുടുപ്പുകാർക്കിടയിലും ഓരോരുത്തരുടെ തുണിയുടെ നിലവാരമനുസരിച്ച് അതിന് തിളക്കം വ്യത്യസ്തമാണെങ്കിൽ നിത്യതയുടെ തേജസ്സിൽ ഇവിടെ എത്തി നിൽക്കുന്ന ദൈവമക്കൾ എത്തിച്ചേരുമ്പോൾ ഈ ഭൂമിയിൽ നീ അനുഭവിച്ച ശോധനയുടെ വെളിച്ചത്തിൽ നിന്റെ നിത്യതയുടെ തിളക്കം വർദ്ധിക്കുമെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, എൻ്റെ കഷ്ടതയുടെ പുറകിൽ എൻ്റെ ദൈവത്തിന് മഹത്തായ ഉദ്ദേശമുണ്ട്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. നിങ്ങളുടെ മനസ്സിനകത്തുനിന്ന് കയറി പറ്റാനുള്ള പരിശ്രമത്തിലാണ് ഞാൻ. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. 4 പ്രധാനപ്പെട്ട കാരണങ്ങൾ. 4000 ഉണ്ട് എങ്കിലും 4 പ്രധാന കാരണങ്ങൾ. 1, കഷ്ടത എൻ്റെ ശിക്ഷണത്തിന്. ഒന്ന് പറഞ്ഞേ. അയ്യോ, അത്രയും പോരാ, ശബ്ദം ഉയർത്തി പറ. 1, കഷ്ടത എൻ്റെ ശിക്ഷണത്തിന്. 2, കഷ്ടത എൻ്റെ പരിശോധനയ്ക്ക്. ശബ്ദം ഉയർത്തി പറഞ്ഞേ, കഷ്ടത എൻ്റെ പരിശോധനയ്ക്ക്. 3, കഷ്ടത എന്നെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന്. 4, കഷ്ടത ഞാൻ വിതച്ചത് കൊയ്യുന്നതിന്. ഇത് 4ഉം 40 മണിക്കൂർ പ്രസംഗിച്ചാൽ പറ്റില്ല. സ്തോത്രം. നിങ്ങൾ ഓർക്കണം, എല്ലാവരുടെയും കഷ്ടത ഒറ്റ കാരണത്താൽ വരുന്നതല്ല. 1, ചിലരുടെ കഷ്ടത ശിക്ഷണത്തിന്, ചിലരുടെ കഷ്ടത പരിശോധനയ്ക്ക്, ചിലരുടെ കഷ്ടത ദൈവത്തിങ്കലേക്ക് തിരിക്കേണ്ടതിന്, ചിലരുടെ കഷ്ടത വിതച്ചത് കൊയ്യേണ്ടതിന്.
ഈ ശുശ്രൂഷയുടെ അവസാന സമയം നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളുടെ മേൽ ആത്മാവിൽ ജയമെടുക്കാൻ നിങ്ങളുടെ കണ്ണുകളെ സ്വർഗം തുറക്കേണ്ടതിന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും. ചില പ്രിയപ്പെട്ടവരെ ബാധിച്ചിരിക്കുന്ന തെറ്റിദ്ധാരണയുടെ ബന്ധനത്തെ തകർത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലെ കണ്ണുകൾ തുറക്കുന്ന രാത്രിയായി തീരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചില കെട്ടുകൾ സാധാരണ പ്രാർത്ഥനയിൽ അഴിയും, എന്നാൽ ചില കെട്ടുകൾ സാധാരണ പ്രാർത്ഥനയിൽ അഴിയില്ല. അതിൻ്റെ പുറകിലെ പ്രധാന കാരണങ്ങൾ കണ്ടെത്തി പരിഹാരം വരുത്തുന്നത് വരെ അത് തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തിരിച്ചറിയുക, ഒന്ന്, കഷ്ടത ദൈവം ഒരു ദൈവ പൈതലിന് അനുഭവിക്കുന്നത് ശിക്ഷണത്തിന്. എബ്രായ ലേഖനത്തിലേക്ക് വേഗം ഒന്ന് വന്നാട്ടെ. എബ്രായ ലേഖനത്തിലേക്ക് വന്ന് 12-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് നിങ്ങളുടെ മനസ്സിലൊന്ന് ആഴത്തിൽ കുറിക്കണം. ഇനി കഷ്ടത അനുവദിക്കപ്പെടുന്ന സിംഹാസന പശ്ചാത്തലം നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ പോവുക. വായിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനത്തിലേക്ക് വന്ന് ആ ഭാഗം നിങ്ങളുടെ ചിന്തയിലേക്ക് വേഗം ഒന്ന് വരട്ടെ. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം, നിങ്ങളോട് സംസാരിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു. വായിച്ചു. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്നതുപോലെ നിങ്ങളോട് പെരുമാറുന്നു. അടുത്ത വാക്യം. അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലിടയന്മാരത്രേ. എന്താ കൗലിടയന്മാർ? കൗലിടയൻ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം ഇല്ലീഗൽ സൺ എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായ തലമുറ. അപ്പന്റെ അവകാശങ്ങളെ നിയമപരമായി പിന്തുടർച്ചയായി അവകാശപ്പെടാൻ കഴിയാത്ത, അപ്പന്റെ രക്തത്തിൽ ജനിക്കാത്ത സന്തതി. സ്തോത്രം. നീ അപ്പന്റെ രക്തത്തിൽ പിറന്നതാണോ, അപ്പന്റെ അടി നിനക്കുറപ്പായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു വസ്തുത ഓർക്കുക. എന്തിനാണ് അപ്പൻ ശിക്ഷിക്കുന്നത്? അപ്പൻ ശിക്ഷിക്കുന്നത് അപ്പന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ഓർക്കുക, ഈ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചാൽ പിന്നെ ജയിൽ പീഡനമില്ല. അതറിയാമോ? നടയടി എന്ന് പറഞ്ഞൊരു സംവിധാനം പോലീസ് സ്റ്റേഷനിൽ പണ്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കുറ്റവാളി അങ്ങോട്ട് ചെന്ന് കയറുമ്പം വലത്തേക്കാല് വെച്ച് ചെന്ന് കയറിയാൽ പൊറുക്കാൻ വന്നതാണോ, ഇടത്തേക്കാല് വെച്ച് കയറിയാൽ മുടിക്കാൻ വന്നതാണോ, അല്ല ഇടി കൊള്ളുമ്പോൾ 2 കാലും ചവിട്ടി അങ്ങ് കയറിയാൽ അഹങ്കാരം കാണിക്കുകയാണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ അതിന് കേൾക്കുന്ന പേരാണ് നടയടി. എന്നാൽ ഒരുത്തനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചെന്നിരിക്കട്ടെ, തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ യാതൊരു പീഡനവുമില്ല. ആഗ്രഹിക്കുന്ന ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കും. അടുത്ത ദിവസം മുഖം മൂടി തൂക്കാൻ പോവുക. ചിലര് കർത്തൃമേശ പാത്രത്തോടെടുത്ത് വിഴുങ്ങിയാലും ഇവർക്ക് ഒരു കുഴപ്പവും പറ്റുകയില്ല. ചില ആൾക്കാർ പറയുന്നുണ്ടല്ലോ, പാസ്റ്ററെ ഇങ്ങനെ ഈ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ തട്ടിപ്പും വെട്ടിപ്പും വളപ്പും വഞ്ചനയും വക്രതയും പൂഴ്ത്തിവെപ്പും നടത്തി എത്ര ആളുകളെ പച്ചയ്ക്ക് എനിക്കറിയാം. സഭ തകർക്കത്തക്ക വിധത്തിൽ കർത്തൃദാസന്മാരുടെ പുറകിൽ ഗൂഢാലോചന നടത്തിയിട്ട് പാസ്റ്ററെ കാണുമ്പോൾ മുഖം ചിരിക്കുന്ന എത്രയോ ഇരുതല മൂലികളെ എനിക്കറിയാം. ഒരു കുഴപ്പമില്ല. ഞാൻ പറയും, കുഞ്ഞേ, കുഴപ്പമില്ലാത്തതിൻ്റെ കാരണം നിത്യനരകത്തിന് വേണ്ടി വേർതിരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നീ ഇനി കർത്തൃമേശ വിഴുങ്ങിയാലും ഒരു കുഴപ്പവും പറ്റുകയില്ല. എന്നാൽ നിത്യതയ്ക്ക് വേണ്ടി ദൈവം മാറ്റി വെച്ചിരിക്കുന്ന ഭക്തന്മാരുണ്ട്. നിന്റെ ജീവിതത്തിലെ തെറ്റുകൾ കപ്പന്റെ അടി കിട്ടിക്കൊണ്ടിരിക്കും. ഇന്ന് പകൽ ഓർക്കുക, നിന്നെ ശിക്ഷണത്തിലേക്ക് നടത്താൻ അപ്പന്റെ കരം നിന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കും. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് നടക്കുന്ന രംഗം നിങ്ങൾ എല്ലാവരും ഒന്ന് ആത്മാവിൽ കാണണം. ശ്രദ്ധിച്ചേ. കരമടിച്ച് മാത്രം നിങ്ങളെ വിഷയങ്ങൾ എഴുതി അന്വേഷണത്തിൽ ആരാധിക്കണം. ഇത് നടക്കുന്ന രംഗം, അഥവാ അപ്പന്റെ ശിക്ഷണം വിശ്വാസിയിൽ നടക്കുന്ന രംഗം. നിങ്ങളുടെ മനസ്സിനകത്തോട്ട് ഈ ചിത്രം ഒന്ന് വരണം. ഇത് അമ്മൂമ്മ കഥയും ബോബനും മോളിയും പൊന്നമ്മ സൂപ്പറുണ്ടും ഒന്നും അല്ല. ഇത് ഇവിടെ ഞാൻ നിൽക്കുന്നത് സത്യമാണെങ്കിൽ അതുപോലെ സത്യമാണ് ഈ പറയാൻ പോകുന്നത്. സ്തോത്രം. ദൈവം ഉയരത്തിൽ സിംഹാസനസ്ഥനായി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളത് ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ.
എൻ്റെ അപ്പച്ചൻ അറിയാതെ എൻ്റെ തലയിലെ രോമം നിലത്ത് വീഴത്തില്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന നന്മയ്ക്കും തിന്മയ്ക്കും പുറകിൽ എൻ്റെ അപ്പച്ചൻ്റെ നിർണയമുണ്ടെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, ഉയരത്തിൽ എൻ്റെ അപ്പച്ചൻ തീരുമാനിച്ച കാര്യമാണ് എൻ്റെ മേൽ നടപ്പിൽ വരുന്നത്. വചനത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിന്റെ ശോധന ശിക്ഷണ നടപടിയുടെ ഭാഗമാണെങ്കിൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ദൈവപൈതലെ, നിന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അപ്പച്ചൻ നടപടിയെടുക്കുന്ന രംഗം ഞാൻ നിങ്ങളോട് പറയാം. ദൈവത്തിന് സ്തോത്രം. അതിനിടയിൽ ഒരു ചോദ്യം, ബാലശിക്ഷ ആർക്കാണ്? മറുപടി പറഞ്ഞാട്ടെ. മക്കൾക്കാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞ ആർക്കാ? മക്കൾക്കാണ്. മക്കളല്ലെങ്കിൽ എന്തില്ല? അയ്യോ, എന്ത് തന്ത്രം കാട്ടിയാലും എത്ര ഗൂഢാലോചന ചെയ്താലും മക്കളല്ലയോ ബാലശിക്ഷ ഇല്ല. കാരണം അഗ്നി നരകത്തിനുള്ളതാണ്. എന്നാൽ നീ കൃപയിൽ നിൽക്കുന്ന ദൈവവൈതനാണെങ്കിൽ നിനക്ക് ബാലശിക്ഷ ഉണ്ടായിരിക്കും. അടുത്ത ചോദ്യം, ബാലശിക്ഷ എവിടെ വരെ പോകും? ഹലോ, ബാലശിക്ഷ എവിടെ വരെ പോകും? ചൊറിയ തീരുമോ ബാലശിക്ഷ? കർത്തൃമേശ അയോഗ്യമായി പങ്കെടുത്ത ആളുകൾക്ക് എന്ത് കിട്ടും? അവിടെ വരെ പോകും. സ്തോത്രം. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അനേകരും യോഗത്തിനകത്തിരുന്ന് ഉറങ്ങുന്ന കാര്യമല്ല, കർത്തൃമേശ ചെല്ലുമ്പം അച്ഛാ ദേ കർത്തൃമേശ വന്നു എടുക്ക് എന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്ന ആൾ പിടിച്ചു കുലുക്കുമ്പം പാതി ഉറക്കത്തിൽ നിന്ന് കണ്ണ് തുറന്നു കർത്തൃമേശ വിഴുങ്ങുന്ന കാര്യവുമല്ല, ശവക്കോട്ടയിലെ ശ്മശാന ഉറക്കം വരെ പോവും. ശ്മശാന ഉറക്കത്തിൽ കൊണ്ടു ചെല്ലത്തക്ക ശക്തി നീ എടുക്കുന്ന കർത്തൃമേശയുടെ പുറകിലുണ്ടെന്നോ? അനന്യ സഫീറമാരുടെ ബാലശിക്ഷ എവിടെ വരെ പോയി? കല്ലറ വരെ പോയി. ഞാൻ ചുരുക്കി പറയാം, ദൈവത്തിൻ്റെ ഘടികാര സൂചികളിൽ നിനക്ക് വെച്ചിരിക്കുന്ന ആയുസിന്റെ ദിവസങ്ങളെ വെട്ടിക്കുറച്ച് അതിന് മുൻപ് നിന്നെ കല്ലറയിൽ എത്തിക്കത്തക്ക വിധം നിന്റെ ശരീരത്തിൽ മരണം അനുവദിക്കാൻ വരെ ഈ ബാലശിക്ഷയ്ക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് ശുദ്ധീകരണത്തിന്റെ അനിവാര്യത തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന രാത്രിയാകണം. അങ്ങനാണെങ്കിൽ ബാലശിക്ഷ നടക്കുന്ന രംഗം നിങ്ങളൊന്ന് കാണാൻ പോവുകയാണ്. സ്തോത്രം. സ്വർഗസിംഹാസനത്തിന് മുൻപിൽ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു ദൈവപൈതലിന്റെ ബാലശിക്ഷയിൽ പ്രായോഗികമാകുന്നത്. ക്യാൻസർ ആകട്ടെ, ഹോസ്പിറ്റൽ കേസുകളാകട്ടെ, ആക്സിഡന്റുകളാകട്ടെ, യദൃച്ഛിക സംഭവിക്കുന്ന സംഭവങ്ങൾ പോലും എൻ്റെ ദൈവമാണ് ഒരു ദൈവപൈതന്മേൽ പ്ലാൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ബാലശിക്ഷ എങ്ങനെ സംഭവിക്കുന്നു? നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടല്ലേ? എല്ലാവരും ആ ഒപ്പം ഉള്ളവരൊക്കെ ഇന്ന് കരം ഉയർത്തിക്ക്. എന്നോടൊപ്പം ഉള്ളവരൊക്കെ നിങ്ങളുടെ മനസ്സിലോട്ട് ഇത് കഴിഞ്ഞ് ആ പ്രാർത്ഥനയിൽ വരുമ്പോഴേ മനസ്സിലാക്കും. ബാലശിക്ഷ എന്ന് പറയുന്നത് ശിക്ഷണത്തിനാണ്. അത് നമ്മൾ ചിന്തിച്ചു. കഷ്ടതയുടെ ഭാഗം ശിക്ഷണത്തിനാണ്. 2, അത് എങ്ങനെ സംഭവിക്കുന്നു? വേഗം നിങ്ങളൊന്ന് വന്നാട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേഗം തിരുവെഴുത്തിലെ ഒരു പ്രധാന ഭാഗത്തേക്ക് വരാം. നമുക്ക് വേദപുസ്തക ഭാഗത്തേക്ക് തന്നെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 1 മുതൽ പെട്ടെന്ന് വായിക്കണേ. സമയം വളരെ മുൻപോട്ട് പോകുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 22-ന്റെ 1 മുതൽ വേഗം വായിച്ചു. ആരാമും ഇസ്രായേലും 3 സംവത്സരം തമ്മിൽ യുദ്ധം കൂടാതെ പാർത്തു. ആഹാബും ഇസ്രായേലും 3 സംവത്സരം, അരാമും ഇസ്രായേലും തമ്മിൽ 3 സംവത്സരം യുദ്ധം കൂടാതെ പാർത്തു. വായിച്ചാട്ടെ. 3-ാം ആണ്ടിൽ യഹൂദ രാജാവായ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെന്നു. ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെന്നു. ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. വായിച്ച പ്രിയ ബ്രദർ നന്നായിട്ട് വായിക്കും. ശ്രദ്ധിക്കുക, ഇത് നിങ്ങളുടെ മനസ്സിനകത്ത് ശരിക്കും പതിയണം. നമുക്കറിയാം, ഇസ്രായേലിലെ ഏറ്റവും നീചനും ക്രൂരനും ദുഷ്ടനുമായൊരു ഭരണാധികാരിയാണ് ആഹാബ്. ആഹാബ് ക്രൂരനും ദുഷ്ടനും ആണെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിന് പറ്റിയ സഹോദരിയുമായിരുന്നു. ചിലരുണ്ടല്ലോ, സ്തോത്രം, കുരങ്ങ് 1-ാമത്തെ മരം കയറ്റക്കാരനാ, ഏണിയുടെ ചാരിയാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞതുപോലാണ് ആഹാബും ഇസബേലും. അത്ര പറ്റിയ 2 ജോഡികളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തായാലും വേണ്ടില്ല, ഈ ആഹാബ് ഒരു ദിവസം രാജാസനത്തിൽ ഇരിക്കുകയാണ്. മനസ്സിൽ ചിന്തിച്ചു, അരാമുമായിട്ടുള്ള പശ്ചാത്തലത്തിൽ ഗിലെയാദിലെ രാമോത്തിൽ ഞങ്ങളുടെ അവകാശം തിരിച്ചു പിടിക്കാൻ തക്കവണ്ണം ഇസ്രായേൽ രാജാവായ നല്ല ഭരണാധികാരിയായ യഹോശാഫാത്തിനെ കൂടെ കൂട്ടുപിടിക്കണം. കാലത്തിൻ്റെ യാത്രയിൽ ഈ 2 രാജാക്കന്മാരും തമ്മിൽ മക്കളുടെ വിവാഹത്തിലൂടെ ബന്ധുക്കാരായി മാറി. അങ്ങനെ ബന്ധുക്കാരായി മാറിയത് കൊണ്ട് ഇവർ 2 പേരും തമ്മിൽ താല്പര്യം ചർച്ച ചെയ്തപ്പോൾ തീരുമാനിച്ചു, 2 പേരും കൂടെ ഒരുമിച്ച്, സ്തോത്രം, അരാമിൻ്റെ കരങ്ങളിലിരിക്കുന്ന
അതേ ഗിലെയാദിലെ രാമോത്ത് തിരിച്ചു പിടിക്കത്തക്ക വിധത്തിൽ ഒരു അലൈൻമെന്റിൽ, ഒരു യോജിപ്പിൽ യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ചു. ആ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അതിശക്തമായ പോരാട്ടം നടക്കാൻ തുടങ്ങുന്നു. അതിന്റെ 10ാമത്തെ വാക്യം വായിച്ചാൽ 10ാമത്തെ വാക്യം. ഇസ്രായേൽ രാജാവും യഹൂദ രാജാവായ യഹോശാഫാത്തും രാജവസ്ത്രം ധരിച്ച് ശമര്യയുടെ പടിവാതിൽ ശ്രദ്ധിക്കണേ, പ്രവചന ശുശ്രൂഷ നടക്കുകയാണ്. ശമര്യയുടെ പടിവാതിക്കൽ പ്രവേശനത്തിങ്കൽ ഒരു വിശാല സ്ഥലത്ത് സിംഹാസനത്തിൽ ഇരുന്നു. വായിച്ചട്ടെ. പ്രവാചകന്മാരൊക്കെയും അവന്റെ സന്നിധിയിൽ പ്രവചിച്ചു കൊണ്ടിരുന്നു. വായിച്ചട്ടെ. കെനയുടെ മകനായ സിദക്കിയാവ് തനിക്ക് ഇരുമ്പ് കൊണ്ട് കൊമ്പുണ്ടാക്കി, ഇവ കൊണ്ട് നീ പ്രൊഫറ്റിക്കൽ ആക്ട് നടത്തുകയാണ്. ഒരു പ്രവാചകനല്ല, 400ഓളം പ്രവാചകന്മാർ. സിദക്കിയാവിന്റെ തലയിൽ കൊമ്പുകൾ വെച്ചിട്ട് അയാൾ പ്രൊഫറ്റിക്കൽ ആക്ട് നടത്തുകയാണ്. എന്താ? കൊമ്പുണ്ടാക്കി ഇങ്ങനെ അരാമിനെ കുത്തിക്കളയും എന്ന് പ്രവചിക്കുന്നു. വായിച്ചാട്ടെ എന്ന് പറഞ്ഞു. പ്രവാചകന്മാരൊക്കെയും അങ്ങനെ തന്നെ പ്രവചിച്ചു. ഗിലെയാദിലെ രാമോത്തിലേക്ക് പുറപ്പെടുക, നീ കൃതാർത്ഥനാകും, യഹോവ അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. മിഖായവെ വിളിപ്പാൻ പോയ ദൂതൻ അവനോട്, നോക്കൂ, പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു. നിന്റെ വാക്കും അവരിൽ ഒരുത്തനേതുപോലെ ഇരിക്കണം, നീയും ഗുണമായി പറയണമെന്ന് പറഞ്ഞു. അതിന് മിഖായവ്, യഹോവയാണ്, യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് തന്നെ ഞാൻ പ്രസ്താവിക്കും എന്ന് പറഞ്ഞു. അവൻ രാജാവിന്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് അവനോട്, മിഖായവേ, ഞങ്ങൾ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു. അതിനവൻ, പുറപ്പെടുവിൻ, നിങ്ങൾ കൃതാർത്ഥരാകും, യഹോവ അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. രാജാവ് അവനോട്, നീ യഹോവയുടെ നാമത്തിൽ സത്യമല്ലാതെ യാതൊന്നും എന്നോട് പറയരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് സത്യം ചെയ്ത് പറയണമെന്ന് ചോദിച്ചു. അതിനവൻ, ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേലൊക്കെയും പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ യഹോവ, ഇവർക്ക് നാഥനില്ല, അവർ ഓരോരുത്തരും താന്താന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, ഇവൻ എന്നെ കുറിച്ച് ദോഷമല്ലാതെ ഗുണം പ്രവചിക്കയില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അതിനവൻ പറഞ്ഞത്, എന്നാൽ നീ യഹോവയുടെ വചനം കേൾക്കാം. ഇനിയുമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു ഭക്തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളെ എങ്ങനെ സ്വർഗം പ്ലാൻ ചെയ്യുന്നു. യഹോവയുടെ വചനം കേൾക്കുക. വായിച്ചാട്ടെ. യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. വായിച്ചാട്ടെ. ആഹാബ് ചെന്ന് ഗിലെയാദിലെ രാമോത്തിൽ വെച്ച് പട്ടുപോകേണ്ടതിന് അവനെ ആർ വശീകരിക്കുമെന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ അങ്ങനെയും പറഞ്ഞാട്ടെ. ഒരാത്മാവ് മുൻപോട്ട് വന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്നു. ഞാൻ അവനെ വശീകരിക്കുമെന്ന് പറഞ്ഞു. ഏതിനാലെന്ന് ചോദിച്ചു. അവൻ, ഞാൻ പുറപ്പെട്ട അവന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ബോഷ്കിന്റെ ആത്മാവായിരിക്കുമെന്ന് പറഞ്ഞു. വായിച്ചാട്ടെ. നീ അവനെ വശീകരിക്കും, നിനക്ക് സാധിക്കും, നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്ന് അവൻ കൽപ്പിച്ചു. ആകയാൽ ഇതാ, യഹോവ ബോഷ്കിന്റെ ആത്മാവിനെ നിന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ കൊടുത്തു. എന്റെ മുൻപിൽ ഇരിക്കുന്ന ദൈവമക്കൾക്ക് ചരിത്രം നന്നായിട്ടറിയാം. ആഹാബ് എന്ന രാജാവിന്റെ മരണം ദൈവം മുൻനിർണയിച്ചിരിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു സാധുവിനോട് ചെയ്ത ക്രൂരതയാണ്. സ്തോത്രം. നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കാൻ ചോദിച്ചതിന് ശേഷം ഭാര്യയുടെ പ്രേരണയോടുകൂടെ കപട ഉപവാസം നിശ്ചയിച്ച് നീചന്മാരായ 2 പേരെ ഇടത്തും വലത്തും ഇരുത്തി അവനെ എറിഞ്ഞു കൊന്ന ചോര ഒരിടത്ത് കണക്ക് തീർക്കാൻ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ കോടതി അതിന്മേൽ ഇടപെടുകയാണ്. നിങ്ങൾ അംഗീകരിച്ചാലും അവഗണിച്ചാലും ഒരു സത്യം പറയാം, ഒരു ദൈവ പൈതലിന്റെ പാപത്തിന്മേൽ ദൈവത്തിന്റെ കണ്ണുണ്ടെന്ന് ഓർക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ പറയുകയാണ്, അതെ, ഞാൻ ആത്മനിയോഗത്താൽ കാണുന്ന ദർശനം ഇതാ, സ്വർഗത്തിന്റെ ഒരു സിംഹാസന ദർശനം. അവന്റെ മുൻപിൽ ദൈവത്തിന്റെ ദൂതന്മാർ സജ്ജമായി നിൽക്കുകയാണ്. അവിടെ ഒരു തീരുമാനമെടുക്കുന്നു. എന്താ തീരുമാനം? നാബോത്തിൽ വെച്ച് കൊല്ലപ്പെടേണ്ടതിന്, ആഹാബിനെ പടയിൽ കൊല്ലേണ്ടതിന് അവനെ വശീകരിക്കും. ആ പ്രത്യേക ചിന്തയ്ക്ക് മുൻപിൽ പ്രവാചകന്മാരുടെ നാവിനെ ബന്ധിച്ചിരിക്കുകയാണ്. അടുത്ത മിനിറ്റുകളിൽ പ്രവചിച്ച പ്രവാചകൻ
മകനെ ഒരു നിർദ്ദയം പീഡന രംഗത്തേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് യുദ്ധമേഖലയിലേക്ക് ആഹാബും യഹോശാഫാത്തും കടന്നു പോകുന്നു. ഒടുവിൽ യുദ്ധരംഗത്ത് പടമുറുകിക്കൊണ്ടിരിക്കുമ്പോൾ യഹോശാഫാത്ത് വസ്ത്രം മാറി പടയിൽ കടക്കുന്നു. ഒടുവിൽ സകല രഥനായകന്മാരും തന്നെ ഉന്നം വെച്ച് കഴിഞ്ഞപ്പോൾ താൻ അവിടെ അത്യന്തം ഭീതിയോടെ നിലവിളിക്കുന്നു. രഥനായകന്മാർ അവനെ വിട്ടു പിന്മാറുന്നു. ഒരാൾ എതിർച്ചയ ഒരമ്പെയ്യുന്നു. രാജാവെന്നറിയാതെ ആ അമ്പ് ചെന്ന് ആഹാബിന്റെ പതക്കത്തിനും കവചത്തിനും ഇടയിലുള്ള പോർഷനിലേക്ക് തുളച്ചു കയറുന്നു. മുറിവേറ്റുകൊണ്ട് രഥനായകനോട് ആഹാബ് പറയുന്നു, നിന്റെ കൈ തിരിക്ക, എന്നെ തിരിച്ചു കൊണ്ടുപോകുക. അന്ന് ചോര വാർന്ന് ആഹാബ് മരിച്ച ഡെഡ് ബോഡി ശമരിയിൽ ഇറക്കുമ്പോൾ എവിടെയാണോ നാബോത്തിന്റെ രക്തം പട്ടികൾ നക്കിയത്, അവിടെ തന്നെ പട്ടികൾ നക്കത്തക്ക വിധം ആ രഥം കഴുകുമ്പോൾ ഏലിയാവ് പറഞ്ഞ പ്രവചനം കൃത്യമായി നിവർത്തിക്കപ്പെടുന്നു. ഞാൻ ചോദിക്കുന്നു, ഈ തീരുമാനം നടപ്പിൽ വരേണ്ടതിനുള്ള ഡിസിഷൻ ആദ്യം നടന്നത് മണ്ണിലോ വിണ്ണിലോ? നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ മുകളിൽ തീരുമാനിച്ച ഒരു തീരുമാനം ഭൂമിയിൽ നടപ്പിൽ വരികയായിരുന്നു. ഞാൻ വചനത്തിന് മുൻപിൽ കൃപയിൽ നിൽക്കുന്ന ദൈവമക്കളോട് പറയാം, സകല മന്ത്രവാദികളും ഒരുപോലെ ക്ഷുദ്രം ചെയ്താലും, സകല നേർച്ചാശക്തികളും ഒരുപോലെ ആവാഹിച്ചിറങ്ങിയാലും, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഞാൻ സേവിക്കുന്ന ദൈവം അനുവദിക്കാതെ നടക്കില്ല എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഭയപ്പെടേണ്ടത് വാഴ്ചാശക്തികളെ അല്ല, നീ സേവിക്കുന്ന ദൈവത്തിന്റെ മുൻപിലുള്ള നിന്റെ ഹൃദയ നിലയെയാണ്. ഗ്ലോറി. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവിടുത്തെ പദപ്രയോഗമൊക്കെ എനിക്കൊന്ന് വിശദീകരിക്കണമെന്നുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഈ വിഷയം വിശദീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ അനുതാപത്തിന്റെ വാക്കുകൾ എൻ്റെ മനസ്സിൽ അലയടിക്കുകയാണ്. കവചത്തിനും പതക്കത്തിനും ഇടയിലേക്ക് എതിർച്ചയ അൻപ് കയറി ഒരു മരണം നടക്കുമ്പോൾ ഈ മരണം ഈ വിധത്തിൽ ഭൂമിയിൽ നടക്കണമെന്ന് സ്വർഗം പ്ലാൻ ചെയ്തതാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലത്തിൻ്റെയും പുറകിൽ എൻ്റെ ദൈവത്തിന് തീരുമാനമുണ്ടെങ്കിൽ, എൻ്റെ ദൈവത്തിന് അതിനെ റദ്ദാക്കാനും എൻ്റെ ദൈവത്തിന് അതിനെ അനുവദിക്കാനും പറ്റുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, ഇതിൻ്റെ പുറകിൽ സ്വർഗത്തിൻ്റെ ജുഡീഷ്യറിയുടെ പ്രവർത്തനമുണ്ട്. ഒരു കാര്യം ഉറപ്പാണ് പ്രിയരെ, ഈ ഭൂമിയിൽ നടക്കുന്ന ശിക്ഷാക്രമങ്ങളുടെ പുറകിൽ, ഈ ഭൂമിയിലെ സമൃദ്ധിയുടെയും നന്മയുടെയും തിന്മയുടെയും പുറകിൽ സ്വർഗത്തിൻ്റെ തീരുമാനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനാണെങ്കിൽ ഭൂമിയിൽ നടക്കുന്ന ഒരു യുദ്ധത്തിന്റെ അനന്തര ഫലം സ്വർഗത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്നു. കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. 1914 മുതൽ 18 വരെ ഒന്നാം ലോക മഹായുദ്ധം നടന്നു. 100 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു. അതിന്റെ പുറകിൽ ഇസ്രായേൽ സ്വരാജ്യത്തേക്ക് പ്രവേശിക്കാൻ ദൈവം പശ്ചാത്തലം ഒരുക്കി. 1939 മുതൽ 45 വരെ രണ്ടാം ലോക മഹായുദ്ധം നടന്നു. 550 ലക്ഷം പേർ കൊല്ലപ്പെട്ടു. അതിന്റെ പുറകിൽ ഇസ്രായേലിന് സ്വരാജ്യം വരാൻ ദൈവം വഴിയൊരുക്കി. ഒരു യുദ്ധത്തിന്റെ പദ്ധതി ഇവിടെ നടക്കുമ്പോൾ മുകളിൽ അതിന്റെ കാര്യപരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുകയാണെങ്കിൽ, ഞാൻ പ്രവചന നിയോഗത്തോടെ പറയാം, നിന്റെ കുടുംബത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് പുറകിൽ എൻ്റെ ദൈവത്തിന്റെ പ്ലാനിംഗ് ഉണ്ട്. അത് നടപ്പിലാക്കാൻ മുകളിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ തടയാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയില്ല. ഈ ദൂതിന്ന് രാത്രി ചില ചങ്കുകളിലേക്ക് തുളച്ച് കയറട്ടെ. അത് നടപ്പിലാക്കാൻ സ്വർഗം തീരുമാനിച്ചാൽ അതിനെ മാറ്റിക്കുറിക്കാൻ കാർഡിയോളജിസ്റ്റിന് സാധ്യമല്ല. അതിനെ നടപ്പിലാക്കാൻ ദൈവം തീരുമാനിച്ചാൽ അതിനെ മാറ്റിക്കുറിക്കാൻ ഡയബറ്റോളജിസ്റ്റിന് സാധ്യമല്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നീ കരയാൻ തയ്യാറായാൽ അത് റദ്ദാക്കപ്പെടും. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഞാൻ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ പറയാം, ശരീരം ബലഹീനമാണെങ്കിലും ദൈവം നിനക്ക് ആയുസ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തകർക്കാൻ രോഗത്തിന് സാധ്യമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങോട്ട് ചോദിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ എൻ്റെ ബിജുപാസ്റ്ററെ ഒരു പ്രത്യേക സ്ഥലം കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ജനലിലൂടെ ഒരു ഗ്ലാസ് ഡോറിലൂടെ അകത്തോട്ട് നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. ആ കാഴ്ച മറ്റൊന്നല്ല, ഒരു ചെറുപ്പക്കാരൻ 10-25 വയസ്സ് പ്രായമേ ഉള്ളൂ, ഒരു വിറക് കഷണം പോലെ കട്ടിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ ഒരിടത്തും ചലനമില്ല. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞ്, കണ്ണിലോട്ട് നോക്കിയ കണ്ണിന് ചലനം കണ്ടോ? കാര്യം മറ്റൊന്നല്ല, ഗൾഫിലായിരുന്നു ജോലി. തലേ രാത്രിയിൽ പിതാവിൻ്റെ സഹോദരനോട് ചെന്ന് യാത്ര പറഞ്ഞിട്ട് പെട്ടി അടുക്കി വയ്ക്കുന്നതിനിടയിൽ ഭാര്യയും ഭർത്താവും പുത്തൻ ബൈക്കിൽ അങ്ങോട്ടൊന്ന് പോയി യാത്ര പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീടിൻ്റെ മുൻപിലുള്ള ഒരു ചെറിയ കുണ്ടുകുഴിയിലേക്ക് ബൈക്ക് ഇറങ്ങി കയറിയപ്പോൾ സ്ലിപ്പായി.
ഷോക്കായി നടുവൊന്ന് ഇടിച്ചിരുത്തി വീണുപോയി. അതിൻ്റെ പുറകിൽ സംഭവിച്ചത് അത് സ്പൈനൽ കോഡ് തകർന്നു പോയി കിടക്കുകയാണ് വിറക് കൊള്ളി പോലെ. ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയാം, എത്രയോ പ്രാവശ്യം വീണിട്ടും നിന്റെ ജീവൻ അപകടത്തിലാകാതെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം, ക്ലോസറ്റിലേക്ക് യൂറിൻ വീഴുമ്പോൾ സ്തോത്രം, ആ യൂറിൻ പതഞ്ഞുരഞ്ഞാൽ മൈക്രോ ആൽബുമിനൂറിയ ആണെന്നും കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ കുറഞ്ഞിരിക്കുന്നുവെന്നും അത് വർദ്ധിച്ചാൽ അടുത്ത 5 വർഷത്തിൽ ഡയാലിസിസ് ആരംഭിക്കത്തക്ക വിധം കിഡ്നി തകരുമെന്നും അറിയാം. എന്നാൽ എത്രയോ നാളായിട്ട് യൂറിൻ പതഞ്ഞുയർന്നിട്ടും നിന്റെ കിഡ്നി തകരാൻ അനുവദിക്കാതെ, ഒരു ബയോപ്സി റിപ്പോർട്ട് ക്യാൻസർ ആയാൽ കാര്യങ്ങൾ മുഴുവൻ തകിടം മറിയുമെന്നറിയാം. എന്നാൽ എത്രയോ ബയോപ്സി റിപ്പോർട്ടുകൾ ക്യാൻസർ ആകാൻ അനുവദിക്കാതെ, രാത്രിയിൽ വെട്ടി വിയർത്ത് വിറച്ചിട്ട് നീ കിടക്കുന്ന ഇടത്ത് സംഭവിച്ച കാർഡിയാക് അറസ്റ്റിൽ നിന്റെ ജീവൻ തുലയാൻ അനുവദിക്കാതെ നിന്റെ ആയുസ്സിനെ പിടിച്ചു നിർത്തിയ ഒരു കരം നിന്റെ ജീവന്റെ പുറകിൽ ആത്മാവിൽ കാണുന്നെങ്കിൽ വിളിച്ചു പറ, ആയുസ്സിനെ വെട്ടിമുറുക്കാൻ അനുവദിക്കാത്ത ദൈവതേജസ്സിന്റെ കരത്തെ ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, തങ്കക്കുട കെട്ടിടം പോലെ, കനക കൊട്ടാരം പോലെ ഉയർന്നിൽക്കുന്ന ബാബിലോൺ കോട്ടയുടെ മുകളിലൂടെ നെബൂഖദ്നേസർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ ധനമഹാത്മ്യത്തിനായി പണിത മഹതിയാം ബാബിലോൺ അല്ലയോ എന്ന് ഒരു ശബ്ദം വായിൽ ഉതിർന്നു വീണു. ഉടൻ തന്നെ സർവശക്തന്റെ ആജ്ഞ പുറപ്പെട്ടു. മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും തനിക്ക് ബോധിച്ചവന് രാജ്യത്വം കൊടുക്കുകയും ചെയ്യും എന്നറിയുവോളം നെബൂഖദ്നേസറേ, നിന്നെ കാട്ടിലെ പുല്ല് തീറ്റാൻ ഒരു മൃഗമായി കൽപ്പിച്ചു തന്നിരിക്കുന്നു സ്വർഗം. ഭാവം മാറി, ചേഷ്ടകൾ മാറി. തൂക്കുവനങ്ങളിൽ മൃഗത്തെ പോലെ ഇഴഞ്ഞു നടന്ന് തീറ്റി തിന്നേണ്ടി വന്നു. എന്നിട്ട് ഉപസംഹാരം 4-ാം അധ്യായത്തിൽ ദാനിയേൽ പ്രവചനം കുറിക്കുകയാണ്. ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയും ആകുന്നു. അർത്ഥം ഇത്രയുള്ളൂ, ഈ ഭൂമിയിൽ മാനസിക രോഗബാധിതനായി തൂക്കുവനങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി പച്ചപ്പുല്ല് തിന്നുന്ന നെബൂഖദ്നേസർ എന്ന മഹാരാജാവിന്റെ മേൽ സംഭവിച്ച വിധി സ്വർഗത്തിന്റെ കോടതി തീരുമാനിച്ച തീരുമാനമാണ്. ആഹാബിന്റെ പ്രത്യേക മരണം സ്വർഗം നേരത്തെ പ്ലാൻ ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇനിയും പറയുന്നത് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഈ ബാലശിക്ഷ നടപ്പിൽ വരുന്നത്? നിങ്ങൾ അറിയുന്നതിനേക്കാൾ അത്യന്തം ഗൗരവമേറിയതാണ് ദൈവസിംഹാസനം. ദൈവസിംഹാസനം സജീവമാണ്. എനിക്കതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കണമെന്നുണ്ട്. കാലിലെ ചെരിപ്പൂരി മാറ്റിയിട്ട് തീയുടെ മുൻപിൽ മോശ നിന്നതുപോലെ വേണം ദൈവസിംഹാസനത്തെ കുറിച്ച് കേൾക്കാൻ. ആ ദൈവസിംഹാസനം എപ്പോഴും സജീവമാണ്. ആ ദൈവസിംഹാസനത്തിങ്കൽ നിന്റെ പ്രതിയോഗി എത്തിച്ചേരുന്നുണ്ട്. ശക്തമായ ആരാധന ബിജു പാസ്റ്റർ സഭയിൽ നടക്കുന്നു. പാപം ജീവിതത്തിൽ ആധിപത്യം പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ട് സാത്താൻ നേരെ ദൈവസിംഹാസനത്തിന് മുൻപിൽ എത്തിച്ചേരുമോ? മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന യോശുവയുടെ കാര്യത്തിൽ അപവാദം പറയാൻ സാത്താൻ കർത്തൃസന്നിധിയിൽ നിന്നെങ്കിൽ നിന്റെ തിന്മയ്ക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു വിരുദ്ധ ശക്തിയുണ്ട്. അത് കൃപ പ്രാപിച്ച ദൈവമക്കൾ തിരിച്ചറിയണം. നിന്റെ തിന്മയ്ക്ക് വേണ്ടി വ്യാപരിക്കുന്ന വിരുദ്ധ ശക്തി, അവൻ നേരെ സാത്താൻ ദൈവസിംഹാസനത്തിന്റെ മുൻപിലെത്തിയിട്ട് പറയുകയാണ്, അവിടെ ഭയങ്കര ആരാധന നടക്കുകയാണ്. പക്ഷേ 9,30,00,000 മൈൽ അപ്പുറത്ത് നിന്ന് കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ താപം കാണാൻ തക്കവണ്ണം സൃഷ്ടിച്ച കണ്ണുകൊണ്ട് ജീവിത പങ്കാളിയല്ലാത്ത എത്രയോ മ്ലേച്ഛതകൾ കണ്ട് ആസ്വദിച്ച കണ്ണാണ് ഇപ്പോൾ അവിടെ നിന്ന് കൈയടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ഭാര്യയോട് അവിശ്വസ്തത കാട്ടിയിട്ടല്ലേ ഇപ്പോൾ ആരാധന സംഭവിക്കുന്നത്? ഓ സ്തോത്രം! നീ പറഞ്ഞില്ലേ അയോഗ്യമായി സംഭവിച്ചാൽ ബലഹീനതയാകുമെന്ന്, പിന്നെ രോഗത്തിലേക്ക് പോകുമെന്ന്, പിന്നെ മരണത്തിലെത്തുമെന്ന്. എത്ര നാളായി അവൻ കർത്തൃമേശ എടുത്തുകൊണ്ടിരിക്കുന്നു. പ്രസംഗിച്ചവനും ഈ പ്രസംഗിക്കുന്ന ദൈവദാസന്മാരായി ഞങ്ങൾ ഭയപ്പെടുന്നു. കാരണം ഈ ഭയം പൗലോസിനെ ബാധിച്ചു. പലപ്പോഴും പല ആത്മീയ ശുശ്രൂഷകളുടെയും തെറ്റിദ്ധരിക്കരുത്, കോമാളിത്തരങ്ങൾ കണ്ട് വേദനിക്കാറുണ്ട്. തീയോടാണ് കളിക്കുന്നതെന്ന് ഓർക്കുക. എന്താ കാര്യം? ദൈവത്തിന് സ്തോത്രം. മോശ എന്ന കർത്തൃദാസനെ കുറിച്ച് ദൈവാത്മാവ് പറയുന്നത് ഭൂതലത്തിൽ ഇതുപോലെ സഹിഷ്ണുതയുള്ള ഒരുവനില്ലെന്നാ.
പക്ഷേ പാറയോട് കൽപ്പിക്കേണ്ട സ്ഥാനത്ത് അവിവേകം കൊണ്ട് പാറയെ അടിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, എൻ്റെ ദാസനായ മോശയ്ക്ക് ദോഷം ഭവിച്ചു, അവൻ വായാൽ അവിവേകം സംസാരിച്ചു പോയി. അവിവേകം പറഞ്ഞതിന് പോലും വാഗ്ദത്ത ദേശത്തിലെ പ്രവേശനം വിലക്കത്തക്ക വിധം സർവശക്തന്റെ കർശനത്വം എഴുന്നേറ്റെങ്കിൽ പൗലോസ് പറയുകയാണ്, മറ്റുള്ളവരോട് പ്രസംഗിച്ചതിന് ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീർന്നു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്ര ചെയ്യുന്നത്. കർത്തൃദാസന്മാർ ഈ ലൈവിൽ കൂടെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാത്രി പറയാം, സാധാരണക്കാരെക്കാൾ ഭയങ്കര ശിക്ഷയായിരിക്കും അഭിഷിക്തന്മാരുടെ അവിവേകത്തിന് സംഭവിക്കുക. ഞങ്ങളുടെ വീട്ടിൽ വന്ന് സ്തോത്രം കൃപാവരങ്ങളുടെ ഭാഗമായിട്ട് ശക്തമായി പ്രവചിച്ച ഒരു ദൈവദാസനുണ്ട്. ആ ദൈവദാസൻ എൻ്റെ സഹോദരിയുടെ വിവാഹം മാർത്തോമ ബായിക്കിനോട് നിന്ന് വിശ്വാസത്തിലേക്ക് ആദ്യത്തെ ചുവട് വെച്ചപ്പോൾ പറഞ്ഞത് കൃത്യമായി സംഭവിച്ചു. പക്ഷേ അധികം താമസിക്കാതെ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ആറ്റിൽ എടുത്തിയാടി ആത്മഹത്യ ചെയ്യുകയും അദ്ദേഹത്തിന്റെ കുടുംബം കെട്ടോടെ തകരുകയും ചെയ്തപ്പോൾ ഞാൻ യാക്കോബിന്റെ ലേഖനത്തിൽ വാക്യം ഓർത്തു. സ്തോത്രം, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ പലരും ഉപദേഷ്ടാക്കന്മാരാകരുത്. അങ്ങനെയാണെങ്കിൽ അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കുമെങ്കിൽ കർത്തൃദാസന്മാരായി ഞങ്ങൾ ഭയപ്പെടണം. അപ്പോൾ തന്നെ ദൈവമക്കൾ ഓർക്കുക, ദൈവസന്നിധിയിലെത്തിയ ദൈവത്തിൻ്റെ മുൻപിലെ ആ വാദഗതിക്ക് മുൻപിൽ അവനെ അനുവദിക്കുന്നത് യോഗ്യമല്ലെന്ന് കണ്ട ദൈവം സ്തോത്രം ബിജു പാസ്റ്ററുടെ ഹൃദയത്തിനൊരു പ്രേരണ നൽകി. രാജു മേത്ര എന്നൊരു കർത്തൃദാസനെ ഇവിടെ വിളിച്ചൊന്ന് പ്രസംഗിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാനിവിടെ വന്ന് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഈ വചനം തെറ്റിദ്ധാരണ മാറ്റി കുറ്റബോധം നൽകാൻ സംസാരിക്കുന്നു. സാത്താൻ കാതോർത്ത് നിൽക്കുകയാണ്. കാരണം അനുതാപത്തിന് ന്യായവിധിയെ മാറ്റാൻ കഴിയും. പക്ഷെ ശബ്ദമുയരുമ്പോഴും മനസാക്ഷി മരവിച്ചു പോയവൻ എന്നോടല്ലെന്ന മട്ടിൽ പുറങ്കാൽ കൊണ്ട് ദൂത് ചവിട്ടിയെറിയുന്നു. കരച്ചിൽ വേണ്ടാന്ന് വെക്കുന്നു. 2024 നവംബർ മാസത്തിന്റെ ഇന്ന ദിവസം നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഈ വിഷയം കുറ്റബോധം കൊടുക്കാൻ അങ്ങേര് പ്രസംഗിച്ചു. പക്ഷെ ഇവൻ മാനസാന്തരപ്പെട്ടില്ല, വീണ്ടും പാപത്തിൽ തുടരുകയാണ്. രഹസ്യമായി സംഭവിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും വളപ്പും വഞ്ചനയും വക്രതയും പൂഴ്ത്തിവയ്പും അശുദ്ധമായ മ്ലേച്ഛതയും കുടുംബത്തിന്റെ സാൻമാർഗികതയുടെ അടിത്തറ തകർന്ന ബന്ധങ്ങളും തുടരുന്നിട്ട് ആത്മീയതയും തുടരുന്നു. ഇല്ല, ഇവൻ അനുവദിക്കപ്പെടരുത്. സ്തോത്രം, ദൈവസിംഹാസനം കാതോർക്കുന്നു. വീണ്ടും അനുതാപത്തിന് ആലോചന ഉയരുന്നു, അവഗണിക്കുന്നു. ചെറിയൊരു അസ്വസ്ഥത, റിപ്പോർട്ട് വരുന്നു, ക്യാൻസർ. ഈ രാത്രി ദൂത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, ഇത് നശിപ്പിക്കാനല്ല, ആ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് അനുതപിക്കാൻ വഴിയൊരുക്കുകയാണ്. ഈ ദൂത് ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ അപാകതകൾക്ക് ഇങ്ങനൊരു പ്രക്രിയ നടക്കുന്നുണ്ടെങ്കിൽ എന്നെ കഴുകണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരിവിടെയുണ്ട്? ആ കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഓ, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം സാത്താൻ്റെ സംഭാവനയാണ് എന്ന് വിചാരിക്കരുത്. അനുതപിക്കാൻ അപ്പൻ്റെ അടി ഉയരും. ആ അടി ഒരു പക്ഷേ ബാലശിക്ഷയുടെ ഭാഗമായി കല്ലറ വരെ കൊണ്ടുപോകാം. എന്നാൽ സമയമാകുന്നതിന് മുൻപ് നിന്റെ ജീവനെ മുറിച്ചു കളയാൻ വാദിക്കുന്ന ശക്തികളെ അഴിച്ചു മാറ്റിക്കൊണ്ട് നിനക്ക് ഇന്ന് രാത്രി വിടുതൽ പകരാൻ കഴിവുള്ള തേജസ്സിൻ്റെ കരവും നിനക്ക് വേണ്ടി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മേൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുന്നതിന് മുൻപ് സാത്താന്റെ പിടി മുറുകരുതെന്ന് കൊതിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയരട്ടെ. ഒരു വാ പോലും അടഞ്ഞിരിക്കരുത്. ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് പറയാമോ, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നൊരു വേദഭാഗം ശ്രദ്ധിക്കണം. ഞാൻ ആ വാക്യം മൊത്തം ഒന്ന് ഉദ്ധരിച്ച് പറയാം, നിങ്ങൾ ശ്രദ്ധിക്കണം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ബാക്കി സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാനിച്ചിക്കാൽ ഈ കൂടാരത്തിൽ ഇരിക്കുന്ന ഇടത്തോളം ഞങ്ങളെ ഭാരപ്പെട്ട് ജരകുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അടുത്ത പ്രയോഗം, ആകയാൽ കർത്താവിനെ ഭയപ്പെടേണം എന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ആ
അസാധാരണമായൊരു ഭയം നമ്മെ വ്യാപരിക്കണം. ഓപ്പറേഷൻ കയ്യിലെടുക്കുന്ന ഡോക്ടറെ ഭരിക്കുന്ന ഒരു ഭയമുണ്ട്. കോക്പിറ്റിലോട്ട് കയറി വിമാനം പറത്താൻ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന വൈമാനികനെ ഭരിക്കുന്ന ഒരു ഭയമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി വചനത്തിന് മുൻപിലിരിക്കുന്ന നിന്നെ ഭരിക്കുന്ന ഒരു ഭയം വേണം. എൻ്റെ ദൈവമേ, എൻ്റെ ചെയ്തി എൻ്റെ ശരീരത്തിൽ തിരിച്ചടിക്ക് കാരണമായി തീർന്ന് എൻ്റെ വാഗ്ദത്ത നിവർത്തിയുടെ കലണ്ടർ പൂർണ്ണമാകുന്നതിന് മുൻപ് എൻ്റെ ആയുസ്സിനെ മുറിച്ചു മാറ്റാൻ സാത്താൻ അനുവദിക്കാതിരിക്കത്തക്ക വിധം എൻ്റെ ശരീരത്തെ ശുദ്ധീകരിപ്പാൻ ഞാൻ നിങ്ങൾ കൈമാറുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ സർവശക്തന്റെ ഉഗ്ര കോപത്തെ ആത്മാവിൽ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ കഴുകാൻ ഏൽപ്പിച്ചു കൊടുത്തുന്ന രാത്രിയായി ഈ രാത്രി തീരട്ടെ. കർത്താവിന്റെ കരം ചില വ്യക്തികളെ എടുക്കുന്ന രാത്രിയാണ് ഈ രാത്രി. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ പഠിച്ചു നോക്ക്. എവിടെയൊക്കെ ഭക്തന്മാർ ചിലർ വിതച്ചിട്ടുണ്ടോ അതൊക്കെ കൃത്യമായി കൊയ്തിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ദൈവത്തിൻ്റെ കൊയ്ത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് നിങ്ങളൊക്കെ പഠിച്ചാൽ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കണം, കൊട്ടാരത്തിനകത്ത് ഒരു കർത്തൃദാസൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി കിന്നരവുമായി കയറി ചെന്നു. അവൻ്റെ കിന്നരയുടെ മേലുള്ള അഭിഷേകത്തിൻ്റെ സ്പർശനം കൊണ്ട് ആത്മനിയോഗത്തിന് ആരാധന നടക്കുമ്പോൾ ശൗലിൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് ഇളകിയാടാൻ തുടങ്ങി. മുൻപിലിരിക്കുന്ന കുന്തമെടുത്ത് അഭിഷിക്തന്റെ ചങ്കിന് നേരെ ചാണ്ടാൻ ഇതാ ആഴത്തിലെറിയുകയാണ്. ആ ദൈവദാസൻ അകത്ത് ഒഴിഞ്ഞു മാറി. പക്ഷേ അഭിഷിക്തനായിരുന്ന ശൗലിന്റെ മേൽ ദൈവത്തിന്റെ വിധി വീണു. ആ വിധി ഒടുവിൽ പോയ രംഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സ്തോത്രം. മരണം കഴിഞ്ഞു. ഗിൽബോവ പർവ്വതത്തിൽ സ്വന്തം വാൾ താഴ്ത്തി വെച്ച് അയാൾ അതിൽ വീണ് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തിട്ട് അതിന്റെ പശ്ചാത്തലത്തിൽ മറ്റൊരാൾ കഴുത്ത് വെട്ടിക്കൊണ്ടുപോയി കിരീടവും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി കഴുത്ത് വെട്ടിയെടുത്ത ശിരസ് ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വെച്ചു. അവസാനം ബേത്ശേമ്യർ അന്ന് രാത്രി മുഴുവൻ കാൽനടയായി വന്നിട്ട് ഈ ഡെഡ് ബോഡി പൊക്കിയെടുത്തുകൊണ്ട് പോയിട്ട് ഒരു ക്ഷേത്രത്തിന്റെ ചുവരിൽ താഴേക്ക് തൂക്കി നിർത്തി. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡി ക്ഷേത്രത്തിന്റെ ചുവരിൽ തൂങ്ങി നിൽക്കാൻ കാരണം എന്താ? കാര്യം പറയാം. പണ്ട് വർഷങ്ങൾക്ക് പുറകിൽ ഒരു അഭിഷിക്തൻ ആത്മീയ ശുശ്രൂഷയ്ക്കകത്ത് കയറിയപ്പോൾ അയാളെ നെഞ്ചോട് ചേർത്ത് അറപ്പടിയിൽ കുത്തിത്താഴ്ത്താൻ ശ്രമിച്ച നിന്റെ കുന്തപ്രയോഗം എൻ്റെ ദൈവം ഡേറ്റ് ഇട്ട് വെച്ചിരുന്നത് കൊണ്ട് മരണം കഴിഞ്ഞ നിന്റെ ബോഡി അതുപോലെ കയറി തൂങ്ങത്തക്ക വിധത്തിൽ കാര്യപരിപാടികൾ ക്രമീകരിക്കുകയായിരുന്നു. ഈ വചനം വിശ്വസിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം. ചിലതിൻ്റെ തിരിച്ചടി നിത്യനരകത്തിലാണെങ്കിൽ ചിലതിൻ്റെ തിരിച്ചടി കല്ലറയ്ക്കുള്ളിൽ പോകുന്നതിന് മുൻപ് ഈ മണ്ണിൽ വെച്ച് തന്നെ സംഭവിക്കും. അതുകൊണ്ട് ഒറ്റ പരിഹാരമേ ഉള്ളൂ. കർത്താവേ, നീ എന്നെ കഴുകണേ എന്ന് പറഞ്ഞുകൊണ്ട് അനുദപിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ചില ബന്ധനങ്ങൾ തകരട്ടെ ഇവിടെ യേശുവിൻ്റെ നാമത്തിൽ. ആയുസിൻ്റെ ദിവസങ്ങളെ വാഗ്ദത്തത്തിൻ്റെ നിവർത്തികൾ പൂർണ്ണമാകുന്നതിന് മുൻപ് മുറിച്ചു കളയാൻ വാദിക്കുന്ന ചില ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയേണ്ടതിന് ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ശബ്ദമുയരട്ടെ. നമ്മെ പരിശോധിക്കേണ്ടതിന്, നമ്മെ ദൈവത്തിങ്കലേക്ക് തിരിക്കേണ്ടതിന്, വിതച്ചത് കൊയ്യേണ്ടതിന്. ഇത് പല നിലകളിൽ മണിക്കൂറുകൾ പറയേണ്ടതുണ്ട്. എങ്കിലും ഇരിക്കുന്ന ഇരിപ്പിൽ ആ രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ശാപവാക്കുകളാണോ? അതിൻ്റെ പ്രത്യാഘാതം നിങ്ങളുടെ കണ്ണടയുന്നതിന് മുൻപ് നിങ്ങളിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് കർത്താവേ, ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ശിക്ഷണ നടപടി എൻ്റെ മേൽ വരരുത്, എന്നെ കഴുകണേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ ആ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി കർത്താവിനോടൊന്ന് പറഞ്ഞേ. ആരാധനയല്ല ഉയരേണ്ടത്, അനുതാപത്തിൻ്റെ കണ്ണുനീരാണ്. അനുതാപത്തിൻ്റെ കണ്ണുനീർ ഉയർന്നാൽ ചില വിടുതലുകൾ ഇന്ന് രാത്രി സംഭവിക്കുന്ന രാത്രിയാണ്. നിങ്ങൾക്കറിയാമോ, ആദ്യം സാത്താൻ സ്വാധീനിക്കുന്ന മേഖല നിങ്ങളുടെ കുടുംബ മേഖലയാണ്. നിങ്ങളുടെ കുടുംബ മേഖലയെ തകർത്താൽ മറ്റു മേഖലകളെ പെട്ടെന്ന് അവന് തകർക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചർച്ചിൽ ഒരു ഫാമിലി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. 2-3 ദിവസത്തെ ക്ലാസ്സാണ്. ആ ക്ലാസ് നടക്കുന്നതിൻ്റെ ഒടുവിലത്തെ സമയം ഞാൻ ആ പ്രാർത്ഥനയുടെ മുൻപിൽ പറഞ്ഞു, സഹോദരി ക്ഷമിക്കേണ്ട, നീ വെച്ചോണ്ടിരിക്കുക. ഇങ്ങനെ അങ്ങ് പറഞ്ഞു. രാത്രിയിൽ നിന്റെ പ്രിയപ്പെട്ടവൻ പറയും, വല്ലാത്തൊരു അസ്വസ്ഥത, നെഞ്ചിനകത്തൊരു ഭാരം വെച്ചതുപോലെ. ഇച്ചിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. സ്തോത്രം. നീ വെള്ളമെടുക്കാൻ അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും ഒരു അലർച്ച കേൾക്കാം. തിരിച്ചു വന്ന് നോക്കുമ്പോൾ പച്ചത്തടി പോലെ കിടക്കുന്നു, വിയർത്തിരിക്കുന്നു. വീട്ടുകാരെ വിളിച്ചുകൂട്ടി ആളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും പോകും. എത്ര നാളുണ്ട് ഈ ഭൂമിയിലെ ആയുസ്? ഒടുവിൽ കാലിൽ പിടിച്ചു നീ കരയും, അയ്യോ വേണ്ടായിരുന്നു,
പകവെച്ച് പുലർത്തണ്ടായിരുന്നു എന്ന്. ഇന്ന് രാത്രി നീ ക്ഷമിക്കുന്ന രാത്രിയാകുന്നതാണ് നല്ലത്. നിങ്ങൾക്കറിയാമോ, മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ 60 വയസ്സ് പ്രായമുള്ള അച്ചായൻ എൻ്റെ അടുക്ക് വന്നു. പുള്ളി എനിക്ക് പറഞ്ഞു, പാസ്റ്ററെ, എന്തായാലും പാസ്റ്റർ എന്ന് പറഞ്ഞതിൻ്റെ പുറകിൽ കുറെ കാരണമുണ്ട്. എന്നോട് പറഞ്ഞു, എൻ്റെ ഭാര്യ എനിക്ക് തൻ്റെ കൈ കൊണ്ടൊരു ഒരു ഗ്ലാസ് വെള്ളം തരത്തില്ലെന്ന് തീരുമാനിച്ചിട്ട് ഇപ്പോൾ 3 പതിറ്റാണ്ടായി. 60 വയസ്സടുത്ത് പ്രായമുണ്ട്. ഞാൻ ചോദിച്ചു, എന്നാ കാര്യം? ഞാൻ സ്റ്റുഡിയോ വർക്കറാണ്. ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രഹസ്യമായി എൻ്റെ പുറകിൽ നിന്ന് സ്റ്റുഡിയോയ്ക്കകത്ത് സ്ക്രീനിലുണ്ടായ അന്നത്തെ ഒരു ഫോട്ടോ കണ്ടിട്ട് ഞാൻ എന്തോ അധർമ്മം പ്രവർത്തിക്കുകയാണെന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് തെറ്റിദ്ധരിച്ചിട്ട് അവൾ ഒരു പ്രതിജ്ഞ എടുത്തു. എന്താ പ്രതിജ്ഞ അറിയാമോ? പ്രതിജ്ഞ ഇത്രയേ ഉള്ളൂ: ഇനി എൻ്റെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം തനിക്ക് ഞാൻ കുടിക്കാൻ തരില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഒരു ഗ്ലാസ് വെള്ളം കൈ കൊണ്ട് കുടിക്കാൻ തരാതെ ഇത്രയും വർഷങ്ങൾ എങ്ങനെ ജീവിച്ചു? ഉണ്ടാക്കത്തില്ലെന്നല്ല പാസ്റ്ററെ, മറ്റുള്ളവർക്കൊക്കെ കയ്യിൽ എടുത്തു കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ എടുത്തു തരില്ല, ഉണ്ടാക്കി അവിടെ വെക്കും, വേണേ വന്ന് കുടിച്ചോണം. 30 വർഷമായി ആ വികാരത്തിൻ്റെ തീരുമാനം അവൾ ഉറച്ചു നിൽക്കുകയാ. സ്തോത്രം. ഞാനൊരു ദിവസം ഒരു സ്ഥലത്തായിരിക്കുമ്പോൾ ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഹോസ്പിറ്റൽ വരെ ഓടി വരണം. ഓടിച്ചെന്നു. നോക്കിയപ്പം പച്ചത്തുണി പുതപ്പിച്ചിട്ടിരിക്കുക. ആ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ സഹോദരി കരഞ്ഞിട്ട് പറയുന്ന വാചകം ഇങ്ങനെ: അയ്യോ, നേരത്തെ തമ്മിൽ പറഞ്ഞൊന്ന് വിട്ടുകളയേണ്ടതായിരുന്നു, അതിനൊന്നും പറ്റിയില്ല. ഈ ദൂത് ഇന്ന് രാത്രിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജ്വലിക്കുന്ന കണ്ണുകൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ സർവശക്തന്റെ കണ്ണുകൾ ചുറ്റിത്തിരിയുന്നു. നിനക്ക് നിന്നെ അറിയാവുന്നതിനേക്കാൾ നിന്നെ അറിയാവുന്ന യേശു ഇന്ന് രാത്രി ഇതിനകത്ത് എത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അപാകതകളെ ഓർത്തൊന്ന് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് എൻ്റെ മേൽ ശിക്ഷണ നടപടിക്ക് ഹേതുവായതൊന്നും വരാതിരിപ്പാൻ എനിക്ക് കർത്താവേ ക്ഷമയുടെ ആത്മാവിനെ തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ പറയാം, നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നിന്റെ കുടുംബത്തിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ആധിപത്യം പുലർത്തി വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ശബ്ദമുയരട്ടെ. രക്തത്താൽ ജയം. ഈ രാത്രിത്തെ ശുശ്രൂഷ കഴിഞ്ഞ് നിങ്ങൾ ചിലർ കുടുംബത്തിൽ പരസ്പരം ക്ഷമ ചോദിക്കുന്ന രാത്രിയാകണം. നിങ്ങളുടെ കർത്തൃദാസനെ വേദനിപ്പിച്ചിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ക്ഷമ പറയുന്ന രാത്രിയായി രാത്രി തീരണം. നിങ്ങളുടെ ഭാര്യയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ കാലിൽ പിടിച്ച് ക്ഷമ പറയുന്ന രാത്രിയായി രാത്രി തീരണം. നിങ്ങളുടെ ഭർത്താവിനോട് പക കാട്ടിയിട്ടുണ്ടെങ്കിൽ പരസ്പരം കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച ബന്ധനത്തെ അഴിക്കുന്ന രാത്രിയായി രാത്രി തീരണം. സർവശക്തന്റെ കണ്ണുകൾ ഈ ആലയത്തിൽ നന്നായി ചുറ്റിത്തിരിയുന്നു. നിനക്ക് നിന്നെ അറിയാവുന്നതിനേക്കാൾ നിന്നെ അറിയാവുന്ന യേശു ഈ രാത്രി എത്തിയിട്ടുണ്ട്. ഇരിക്കുന്ന ഇരിപ്പിലെ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നെ കഴുകണേ കർത്താവേ എന്ന് ശബ്ദം ഉയർത്തി വാ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. മേഘം പോലെ മൂടുന്ന ദൈവത്തിൻ്റെ തേജസ് ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന രാത്രി കർത്താവിൻ്റെ കരം ചില പ്രിയപ്പെട്ടവരെ വിടുവിച്ചെടുക്കാൻ ഇതിനകത്ത് ബലത്തോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന രാത്രി ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലജ്ജ കൂടാതെ അഭിമാനം മുഴുവൻ മാറ്റിവെച്ചിട്ട് മാന്യതയുടെ മുഖം മൂടി പറിച്ചു കീറിയിട്ട് ഇരിക്കുന്ന ഇരിപ്പിൽ ലജ്ജ കൂടാതെ വാ തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ചിട്ട് എന്നെ കഴുകണേ കർത്താവേ എന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. രക്തത്താൽ ജയം. അപ്പൻ എന്ന നിലയിൽ നിന്റെ ഉത്തരവാദിത്വം നീ സർവശക്തന്റെ കണ്ണുകൾ കാണുകയാണ്. ചില അനർത്ഥങ്ങൾ നിന്റെ വീടിനെ പിടിച്ചുലച്ചിട്ട് മാരക വിപത്തുകളായി മാറി നിന്റെ ആയുസ്സിനെ മുറിച്ചു കളയത്തക്ക വിധം വാദിച്ചു കൊണ്ടിരിക്കുന്ന ചില ശക്തികളെ സ്വർഗം ഇന്ന് രാത്രി അഴിച്ചു മാറ്റാൻ നിന്റെ അനുതാപം പ്രതീക്ഷിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ. ശബ്ദം ഉയരട്ടെ. 2 കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. എത്രത്തോളം ശബ്ദം ഉയർത്താമോ അത്രത്തോളം ശബ്ദം ഉയർത്തി യേശുവേ എന്ന ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് പറഞ്ഞിട്ട് എൻ്റെ ആയുസ് സമയത്തിന് മുൻപ് മുറിഞ്ഞു പോകരുത്. പറഞ്ഞേ, രക്തത്താൽ ജയം. എൻ്റെ ആയുസ് സമയത്തിന് മുൻപ് മുറിഞ്ഞു പോകരുത്. എൻ്റെ കുടുംബത്തിൽ ഉയരുന്ന കൊടുങ്കാറ്റുകൾ എൻ്റെ കുടുംബത്തിൻ്റെ വാഗ്ദത്തത്തെ തച്ചുടയ്ക്കരുത്. ഇന്ന് രാത്രി ക്രമീകരിക്കേണ്ട മേഖലയുടെ മേൽ ഒരു ക്രമീകരണത്തിനായി ഞാൻ എന്നെ ഏൽപ്പിക്കുകയാണ്. അതെ, പറഞ്ഞ് ശബ്ദമുയരട്ടെ.
ഇന്ന് രാത്രി ദൂത ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളുടെ ഹൃദയങ്ങളെ ദൈവാത്മാവ് ആഴത്തിൽ തൊടുകയാണ്. അസാധാരണമായ ചില ബന്ധനങ്ങൾ നിന്റെ ജീവിതം കൊണ്ട് സംഭവിച്ചു പോയതിനെ അഴിച്ചെടുക്കാൻ യേശുവിൻ്റെ കരം ഇന്ന് രാത്രി നിന്റെ ഭവനത്തിനകത്തേക്ക് വരുന്ന രാത്രിയാണ്. ഗ്ലോറി. ഭവനത്തിനുള്ളിൽ ഉയർന്നു നിൽക്കുന്ന ചില വിഷയങ്ങളെ കർത്താവ് ഇന്ന് രാത്രി അഴിച്ചു മാറ്റാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ. യേശുവിൻ്റെ രക്തത്താൽ സംഭവിക്കട്ടെ. സാത്താന്യ ബന്ധനങ്ങൾ നിന്റെ ഭവനത്തിന്മേൽ പിടിമുറുക്കുന്ന കാഴ്ച, ചില വ്യക്തിപരമായ വിഷയങ്ങളുടെ മേൽ കർത്താവ് ഇന്ന് രാത്രി നിന്നെ കാണിച്ചു തരുന്ന രാത്രിയാണ് ഈ രാത്രി. ഇതൊരു സാധാരണ രാത്രിയല്ല. ഭവനത്തിൻ്റെ ദൈവം വെച്ചിരിക്കുന്ന ക്രമം തകർത്തതിന് ശേഷം സാത്താൻ നിന്റെ കുടുംബത്തിനകത്ത് വിജയാഘോഷം നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ രാത്രി ശുശ്രൂഷയ്ക്ക് നടുവിൽ എൻ്റെ ദൈവം അഴിച്ചു മാറ്റുന്ന രാത്രിയാണ്. ഓ, രക്തത്താൽ ജയം. വിശുദ്ധന്മാർ ചെയ്യുന്ന തെറ്റുകൾ യഥാവിധി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവം ക്ഷമിക്കുമെങ്കിലും തങ്ങളുടെ ജഡത്തിൽ അനുഭവിച്ച് തീർക്കാൻ ചില ശിക്ഷയുടെ വടികൾ ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കുമെങ്കിൽ എൻ്റെ വീട്ടിലെ ശിക്ഷയുടെ വടികൾ ഉയരരുത് എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ഈ നിൽക്കുന്ന നിൽപ്പിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എന്നെ കഴുകണേ കർത്താവേ എന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ഗ്ലോറി. ഹല്ലേലൂയ. പാസ്റ്ററേ, ഈ വിഷയം എൻ്റെ ജീവിതത്തിൽ അസാധാരണമായി ഇടപെടുന്നു. എനിക്കിന്ന് രാത്രിയിൽ പ്രത്യേകം ഈ വിധത്തിലുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രാർത്ഥന വേണം എന്നാഗ്രഹിക്കുന്ന എത്ര പേരിവിടെയുണ്ട്? എത്ര പേരിവിടെയുണ്ട്? ചില കുടുംബങ്ങളെ മുച്ചൂടും മുടിച്ചു കളയത്തക്ക വിധത്തിൽ ഇത് കാരണമായി തീരും. ഇന്ന് രാത്രി എനിക്ക് പ്രാർത്ഥന വേണം എന്നാഗ്രഹിക്കുന്നവർ ആ നെഞ്ചോട് ചേർത്ത കരങ്ങളോടെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നീ ഇത് ചെയ്തു, ഞാൻ മിണ്ടാതെ ഇരുന്നു. ഞാൻ നിന്നെ പോലെയുള്ളവൻ എന്ന് നീ നിരൂപിച്ചു. ഞാൻ നിന്നെ ശാസിച്ച് ഇത് നിന്റെ കണ്ണിന് മുൻപിൽ നിരത്തി വയ്ക്കും. അരുത് കർത്താവേ, എൻ്റെ കണ്ണിന് മുൻപിൽ എൻ്റെ ബലഹീനതയുടെ പ്രത്യാഘാതം വരരുത്. എന്നെ നീ ഇന്ന് രാത്രി കഴുകണേ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ നിൽക്കുന്ന നിൽപ്പിൽ ലജ്ജ കൂടാതെ ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. ഗ്ലോറി. ഹല്ലേലൂയ. ലജ്ജ കൂടാതെ ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. അരുത് കർത്താവേ, അരുത്. ആ പ്രത്യാഘാതം എൻ്റെ ജീവിതത്തിന്മേൽ സംഭവിക്കരുത്. നീ എന്നെ കഴുകണേ എന്ന് ആത്മാർത്ഥമായി പറയുന്ന ദൈവമക്കൾ ലജ്ജ കൂടാതെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഇതിനകത്ത് നിൽക്കുന്ന ചില വ്യക്തികളുടെ മേൽ വലിയ വിടുതലുകൾ പകരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അതിന് വെച്ചിരിക്കുന്ന ഏക സ്കെയിൽ തന്നെത്താൻ വിധിക്കുക എന്നുള്ളതാണ്. തന്നെത്താൻ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. മനസാക്ഷിയുടെ കോടതിയിലേക്ക് നിന്നെ ഒന്ന് കയറ്റി നിർത്തിയിട്ട് എൻ്റെ ജീവിതത്തിലെ ഈ പരിശോധനയുടെ പുറകിലെ ചില കാരണങ്ങൾ ഞാൻ കണ്ടെത്തുന്നു. അതിന്മേൽ ഈ രാത്രി ഞാൻ കഴുകൽ പ്രാപിക്കുകയാണ്. എനിക്ക് പ്രാർത്ഥന വേണം എന്നാഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു അസാധാരണ ദൈവസ്പർശനത്തിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുമ്പോൾ തന്നെ പാസ്റ്റർ, ഈ ദൂത് എനിക്കുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. എനിക്കിന്ന് രാത്രി വിടുതൽ അനിവാര്യമാണ്. എൻ്റെ കുടുംബം ബന്ധിക്കപ്പെട്ട ബന്ധനങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം ചലിച്ചേ മതിയാകൂ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൂതിന് മുൻപിൽ സമർപ്പണം ആവശ്യമാണ് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ വലത് കരങ്ങൾ ദൈവസേന ഉയർത്തിപ്പിടിക്കുക. ഗ്ലോറി. ഹല്ലേലൂയ. പാസ്റ്റർ, ഈ വിഷയം എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തോട് ദൈവാത്മാവ് പറയുന്നു, ഈ യോഗം 9 മണിക്ക് അവസാനിക്കേണ്ടതാണ്. എങ്കിലും വലിയൊരു ക്രമീകരണത്തിനായി മീറ്റിങ്ങിനകത്ത് ദൈവാത്മാവ് ക്ഷണിക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥന കരച്ചിലിൻ്റെ രാത്രിയാണ്. ഈ ഉപവാസ പ്രാർത്ഥന നിലവിളിയുടെ രാത്രിയാണ്. പ്രാർത്ഥനയുടെ വാക്കുകൾ വാചക രൂപകമാണെങ്കിൽ പ്രാർത്ഥനയുടെ അത് ദ്രാവക രൂപമാണ്, കണ്ണുനീരിൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് ആ കരമുയർത്തിയ സഹോദരങ്ങൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ രാത്രി ആ നിൽക്കുന്ന നിൽപ്പിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവർ ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയുന്നു, അടുത്ത് നിൽക്കുന്നയാൾ, നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളിനു വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ആത്മസ്നാനം പ്രാപിച്ച ഒരുപറ്റം ദൈവമക്കളാണ് ഇവിടെ നിന്ന് ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ വിടുതലിൻ്റെ രാത്രിയാണ് ഈ രാത്രി. രാപ്പകൽ ഭേദമന്യേ
ദൈവത്തെ ആരാധിച്ച ദൂതഗണങ്ങൾ പാപം ചെയ്തപ്പോൾ കരുണ കൂടാതെ വെട്ടിയെറിഞ്ഞ് ഇരുട്ടിന്റെ ദൂതന്മാരായി വലിച്ചെറിഞ്ഞ ദൈവമാണെന്ന് ആരാധിക്കുന്ന ദൈവമെങ്കിൽ, ആദം ഹൗവമാർ പാപം ചെയ്തപ്പോൾ അത് ഏദന്റെ പുറത്തിറക്കി വെച്ച് കവാടമടച്ച ദൈവത്തെയാണ് നാം ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്നതെങ്കിൽ, ഒരു ജനത പാപം ചെയ്തപ്പോൾ 8 പേരെ മാത്രം പെട്ടകത്തിലാക്കി ബാക്കി മുഴുവൻ നശിപ്പിക്കത്തക്ക വിധം പ്രളയത്താൽ തുടച്ചു മാറ്റിയ ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ, സ്വദോം ഗൊമോറ നിവാസികൾ പാപം ചെയ്തപ്പോൾ ദൈവത്തിന്റെ അഗ്നിഗന്ധകങ്ങളെ ഇറക്കി തീക്കടലാക്കി മാറ്റിയ ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ, ദാവീദ് മ്ലേച്ഛമായ ഒരു അസാൻമാർഗിക പാപം ചെയ്തപ്പോൾ അവന്റെ തലമുറകളിലേക്ക് പോലും തിരിച്ചടി കൊയ്യത്തക്ക വിധം എൻ്റെ ദൈവത്തിന്റെ കരം കൊണ്ടപ്പോൾ അതിന്റെ ശിക്ഷാക്രമം ജനം അനുഭവിക്കത്തക്ക വിധം ദൈവത്തിന്റെ കരം പ്രതികൂലമായി ഉയർന്നത് സത്യമാണെങ്കിൽ, ആദ്യത്തെ പൗരോഹിത്യ പ്രവേശന സമയം തങ്ങൾ കത്തിച്ചിട്ടില്ലാത്ത ദൈവിക ധൂപം വ്യാജമായി കത്തിച്ച മഹാപുരോഹിതന്റെ 2 മക്കളെയും 250 സംഘ സദൃശരെയും എൻ്റെ ദൈവം തീയിൽ കത്തിച്ച് ചാമ്പലാക്കിയത് സത്യമാണെങ്കിൽ, വചനം കേൾക്കുന്ന ദൈവമക്കളെ, കൃപായുഗത്തിന്റെ തുടക്കത്തിൽ അനന്യ സഭീറമാർക്ക് സമയത്തിന് മുൻപ് ശവക്കുഴി തോണ്ടിയത് സത്യമാണെങ്കിൽ, ഇന്ന് രാത്രി അനുതപിക്കാൻ കഴിയാതെ തുടർന്നാൽ അത് ബന്ധനമാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നിൽക്കുന്ന നിൽപ്പിൽ അടുത്ത് നിൽക്കുന്ന ആളിനു വേണ്ടി കൈവച്ച് അടുത്ത് നിൽക്കുന്നയാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചേ. ശബ്ദമുയരട്ടെ, 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 ശബ്ദമുയരട്ടെ. ഈ ദൂതിന്ന് രാത്രി ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പാസ്റ്ററെ പ്രത്യേകം എനിക്ക് വേണ്ടി എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ഈ ദൂത് എനിക്ക് നേരെ മുഴങ്ങുകയാണ്, എനിക്ക് രാത്രി വ്യക്തിഗതമായ പ്രാർത്ഥന വേണം എന്ന് പ്രത്യേകമായി ആഗ്രഹിക്കുന്നവർ മാത്രം മുൻപോട്ടൊന്ന് വന്നാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നില്ല, നിൽക്കുന്ന നിൽപ്പിൽ നിങ്ങൾ പരസ്പരം പ്രാർത്ഥിച്ചാൽ മതി. എന്നാൽ ഇന്ന് രാത്രി ഈ ബന്ധനം എൻ്റെ കുടുംബത്തിന്മേൽ ആധിപത്യം പുലർത്തിയിട്ട് വാഗ്ദത്ത നിവർത്തിയുടെ സമയം എത്തുന്നതിന് മുൻപ് എൻ്റെ കുടുംബത്തിന്മേൽ അസാധാരണമായ ശക്തികൾ ഉയരാതിരിക്കേണ്ടതിന് എന്നെ കഴുകാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എന്നെ കഴുകണേ, എന്നെ കഴുകണേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ അന്യോന്യമെന്ന് പ്രാർത്ഥിപ്പിച്ചു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. നിങ്ങൾ മുൻപിൽ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. പാസ്റ്റർ രാജു മേത്രയിൽ അതീന്ദ്രിയമായ ഏതോ ദിവ്യ ശക്തി ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടല്ല ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ മുൻപോട്ട് വിളിച്ചത്. പിന്നെയോ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉയരേണ്ട നിലവിളി അനുതാപത്തിൻ്റെ കണ്ണുനീർ കണങ്ങളായി നിങ്ങളുടെ കവിൾത്തടങ്ങളിൽ ഒഴുകണം. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ നിലവിളി അനുതാപമായി നിങ്ങളുടെ കവിൾത്തടങ്ങളിൽ ഒഴുകണം. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവൻ്റെ നാമത്തിൽ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയുന്നവൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ നിൽക്കുന്ന പ്രിയപ്പെട്ടവരുടെ ശരീരത്തിന്മേൽ അസാധാരണമായ ദൈവ സാന്നിധ്യം ബലത്തോടെ വ്യാപരിക്കട്ടെ. അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കുന്നതിന് തടസ്സമായി അവരുടെ ജീവിതത്തിൽ ആധിപത്യം പുലർത്തിയിട്ട് ആയുസിന്റെ ദിനങ്ങളെ പോലും പൂർണ്ണമാകാൻ അനുവദിക്കാതെ എതിരെ നിൽക്കുന്ന അവകാശവാദങ്ങൾ നസറയനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യേശുവിന്റെ രക്തത്താൽ റദ്ദാക്കപ്പെടട്ടെ. അനുതാപത്തിന്റെ കണ്ണുനീർ ഇവരിൽ ഉയരുന്ന ഇന്ന് രാത്രി ഒരു ദൈവപ്രവൃത്തിയുടെ വിടുതൽ ഈ പ്രിയപ്പെട്ടവർക്കായി സംഭവിക്കട്ടെ. കാൽവറിയിൽ ചൊരിഞ്ഞ നിയമരക്തത്താൽ ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ഇവരുടെ അനുതാപത്തിന്റെ മുൻപിൽ വിടുതലിന്റെ പുത്തൻ അധ്യായം ഇവർക്കായി തുറക്കപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അത് കുടുംബ തകർച്ചയായോ, അത് ശരീരത്തിന്റെ ബലഹീനതയായോ, അത് വാഗ്ദത്ത നിവർത്തിയുടെ റദ്ദാക്കലായോ, ഒരു വിധത്തിൽ സാധാന്യ ശക്തികൾ ഇവരുടെ മേലുള്ള പാപ പ്രവർത്തനങ്ങളുടെ ബന്ധനത്തെ ഇവരുടെ ശരീരത്തിനുള്ള ശിക്ഷാക്രമമാക്കി തീർക്കാതിരിക്കേണ്ടതിന് യേശുവിന്റെ പരിശുദ്ധ രക്തത്തിൽ ഞങ്ങൾ ഈ സദസ്സിനെ കൈമാറുകയാണ്. യേശുവിൻ നാമത്തിൽ ഒരു വിടുതൽ ഇവർക്കായി സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ
കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവർക്കും അതാത് സ്ഥാനങ്ങൾ നിൽക്കാൻ സമയം മുൻപോട്ട് പോകുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രിയപ്പെട്ടവരുടെ സമയം മുൻപോട്ട് പോയത് കൊണ്ട് പറയട്ടെ, ഈ രാത്രിയെ കരം ഉയർത്തിപ്പറ, എൻ്റെ ജീവിതത്തിൻ്റെ ബന്ധനത്തിന് ഹേതുവായി എന്ന് കരം ഉയർത്തി പറഞ്ഞേ, എൻ്റെ ശിക്ഷണം ദൈവത്തിൻ്റെ കോപമായി വരരുത്. ഞാൻ വിതച്ചത് കൊയ്യത്തക്ക വിധം എൻ്റെ മേൽ ദൈവത്തിൻ്റെ ശിക്ഷണം ഉയരരുത്. ഞാൻ പരിശുദ്ധാത്മ നിയോഗത്തോടെ ഈ മെസ്സേജ് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: വിശുദ്ധന്മാർ ചെയ്യുന്ന തെറ്റുകൾ യഥാവിധി ഉപേക്ഷിക്കുമ്പോൾ ദൈവം ക്ഷമിക്കുമെങ്കിലും യഥാർത്ഥ ക്രമീകരണം പൂർത്തിയാകുന്നില്ലെങ്കിൽ തങ്ങളുടെ ജഡത്തിൽ അനുഭവിക്കാൻ ചില ശിക്ഷയുടെ വടികൾ ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കും. എൻ്റെ മേലത് വരരുതേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ രാവിലത്തെ മീറ്റിങ്ങിന് നിങ്ങൾ വരുന്നതിന് മുൻപ് മാതാപിതാക്കളുടെ കണ്ണുനീരിന് നിങ്ങളുടെ പ്രവൃത്തി മുഖാന്തരമായിട്ടുണ്ടെങ്കിൽ അവരോട്, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ആത്മബന്ധത്തിൽ വിള്ളൽ വീണിട്ടുണ്ടെങ്കിൽ പരസ്പരം കർത്തൃദാസനോടോ വിശ്വാസ സമൂഹത്തോടോ അനുദപിപ്പാനോ നിരക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം നടത്താൻ ദൈവാത്മാവ് നിങ്ങളെ നിർബന്ധിക്കുന്നു. പരിശുദ്ധ ദൈവമേ, ഈ ജനത്തിൻ്റെ കണ്ണുനീരിന് മുൻപിൽ നീ അവർക്കായി ഇറങ്ങിയിടപെടണം. നിന്റെ നാമം ചൊല്ലി ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.